Hello everyone, welcome to my channel. I am Mansi VS. I am a CA final student and your partner on the Chartered Accountancy journey. I am a curious person who loves learning and helping others figure things out. I am here to show you how easy it is to learn the subject auditing. Okay guys, so before watching the lecture, എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ കുറച്ച് കാര്യങ്ങളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ടേക്ക് എ നോട്ട്ബുക്ക് ആൻഡ് പെൻ വിത്ത് യു. നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ, ക്ലാസ് കാണാനിരിക്കുന്നതിന് മുന്നേ ഒരു നോട്ട്ബുക്കും ഒരു പെന്നും നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഒരു ക്ലാസ് കാണുകയെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലൊന്നും കാണത്തില്ല. ജസ്റ്റ് നമ്മളൊരു സിനിമ കാണുന്ന പോലെ അവരിരുന്ന് ക്ലാസ് കാണും. അത് ആക്ച്വലി അത് ഒരിക്കലും എഫക്റ്റീവ് അല്ല. നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു കാര്യം, ഒരു ഇൻഫോർമേഷൻ ഫീഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നോട്ട്ബുക്കോ അല്ലെങ്കിൽ കീവേഡ്സോ നമ്മൾ എഴുതിയാൽ മാത്രമേ ഇച്ചും കൂടെ എഫക്റ്റീവ് ആകത്തുള്ളൂ. സോ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ പോലെ എല്ലാ ഇൻഫോർമേഷനെയും, ഞാൻ ഈ നോട്ട്സ് കാണിക്കുന്ന എല്ലാ നോട്ട്സും നിങ്ങൾ അതേപോലെ നോട്ട് ചെയ്യണമെന്നല്ല. ബട്ട് കുറച്ചൊക്കെ കീവേഡ്സ്, ചില സെൻറ്റൻസസ്, അതേപോലെ ചെറിയ കാര്യങ്ങൾ, എന്തെങ്കിലും ചാർട്ടാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നതാണെങ്കിൽ, ഇവിടെ എഴുതുന്നതാണ്, ഇതെല്ലാം നിങ്ങൾ ഒരു ചെറിയൊരു നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ സ്ക്രിബിൾ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. നിങ്ങളത് പിന്നീട് ഒരു ക്വിക്ക് റിവിഷൻ ആണെങ്കിൽ തന്നെയും, ഇപ്പോൾ ഒരു 4 hours നിങ്ങൾ ഒരു ലെക്ചർ കാണുമെന്നുണ്ടെങ്കിൽ അതിനെ റിവൈസ് ചെയ്യാൻ, പിന്നീട് ഈ സ്ക്രിബിൾ ചെയ്ത് ഈ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ 1 hour പോലും വേണ്ടി വരില്ല. സോ ബിഫോർ യു സ്റ്റാർട്ട് ദ ക്ലാസ്, മേക്ക് ഷുവർ യു ക്യാരി എ നോട്ട്ബുക്ക് ആൻഡ് എ പെൻ വിത്ത് യു ആൻഡ് യു ജസ്റ്റ് സ്ക്രിബിൾ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ക്ലാസ് ഫോണിലല്ല കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോൺ എന്ത് ചെയ്യുക, മാറ്റി എവിടെയെങ്കിലും വെക്കുക. ഫോൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ മാത്രമല്ല, ബാക്കി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതെപ്പോഴും മാറ്റി വെക്കുക. ക്ലാസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റഡി ഇൻ എ ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്. സോ കീപ് യുവർ ഫോൺ അസൈഡ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കീപ് ഓൾ യുവർ ടെക്സ്റ്റ് മെറ്റീരിയൽ അസൈഡ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഠിക്കാനിരിക്കുമ്പം, എൻ്റെ ക്ലാസ്സിൽ കാണാനിരിക്കുമ്പം മേ ബി നിങ്ങൾ ICAIയുടെ സ്റ്റഡി മെറ്റീരിയൽ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണും, അല്ലെങ്കിൽ പിന്നെ ഏതൊരു ഫാക്കൽറ്റിയുടെയും മെറ്റീരിയൽ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു മെറ്റീരിയൽസ് നിങ്ങളുടെ അടുത്ത് കാണും. ഒരിക്കലും ഈ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ പോയിന്റ് അതിനകത്തുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ആ മെറ്റീരിയൽ വെച്ചിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സിനോട്, പറയുന്ന കാര്യത്തിനോട് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ആഫ്റ്റർ ദ ക്ലാസ് യു ക്യാൻ ജസ്റ്റ് റിവൈസ് ദ സ്റ്റഡി മെറ്റീരിയൽസ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്തു. പക്ഷെ ക്ലാസ് കാണുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ മറ്റേതെങ്കിലും മെറ്റീരിയലോ ഒന്നും വെച്ച് ഇരിക്കാൻ പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, യു ഹാവ് ടു ഒപ്റ്റിമൈസ് യുവർ ലേണിംഗ് സ്പേസ്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ പഠിക്കാനിരിക്കരുത്. ഏതൊരു ക്ലാസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വി ഹാവ് ടു പുട്ട് 100% ഫോക്കസ് ഓൺ ദാറ്റ് തിങ്. സോ യു ഹാവ് ടു ഒപ്റ്റിമൈസ് യുവർ ലേണിംഗ് സ്പേസ്. ഒരു കംഫർട്ടബിൾ ചെയറിലോ ഇരുന്നിട്ട് വേണം നിങ്ങൾ ക്ലാസ് കാണാനായിട്ട്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ ഈ ക്ലാസ് അല്ല, നിങ്ങൾ ഏതൊരു ഫാക്കൽറ്റിയുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും യു ഹാവ് ടു ഫോളോ ദാറ്റ് 1 person. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിനെ നമ്മൾ പഠിക്കാനിരിക്കുമ്പം വി ഷുഡൻ പുട്ട് എ ഡൗട്ട് on that. First we have to listen, first we have to grasp all the thing and then we have to evaluate. നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേനും ആ കാര്യത്തിനോട് നമുക്കൊരു ട്രസ്റ്റ് വേണം. എന്നാലേ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താകത്തുള്ളൂ, എഫക്റ്റീവ് ആകത്തുള്ളൂ. നിങ്ങൾ ഒരു ഫാക്കൽറ്റീനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ബ്ലൈൻഡ്ലി ഫോളോ ദാറ്റ് 1 faculty. മനസ്സിലായോ? സോ ദീസ് ആർ ദ 5 things. അതേപോലെ തന്നെ ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോഴത്തേനും നിങ്ങളുടെ എപ്പോഴും വേണ്ടുന്ന ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേന് യു വിൽ ഗോട്ട് എ ഗുഡ്
amount of knowledge beyond the syllabus. നിങ്ങൾ പല ആൾക്കാർ ഇപ്പോൾ CA ആസ്പിറൻസ് ആണെങ്കിലും വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, എങ്ങനെയും ഈ പറഞ്ഞ പോലെ വിതിൻ ദ ബൗണ്ടറിയിൽ നമ്മൾ കവർ ചെയ്യാൻ നോക്കും. പക്ഷേ നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് നാളെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആകാൻ വേണ്ടിയാണ്. സോ ബിയോണ്ട് ദ ബൗണ്ടറി വി ഹാവ് ടു ഗ്രാസ് സം ലിറ്റിൽ നോളജ്. ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, കാരണം നമ്മൾ പറയത്തില്ലേ കുറേ നമ്മൾ കവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങും എത്താതാ മതി അല്ലേ, ടൈം ലിമിറ്റഡ് ആണ്, അതിനുള്ളിൽ പഠിക്കുകയും ചെയ്യണം. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോൾ നമ്മളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്വാളിറ്റി വേണം. അതാണ് ഒരു എക്സ്പേർട്ട് നോളജ് എന്ന് പറയുന്നത്. ആ ഒരു ക്വാളിറ്റി നമുക്ക് എന്തായാലും വേണം. സോ ബിയോണ്ട് ദ സിലബസ് ഐ ആം ഹിയർ ഡിസ്കസിങ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആൻഡ് യു വിൽ ആക്ച്വലി ലവ് ദാറ്റ് ലേണിംഗ്. അത് ആക്ച്വലി നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞു. സോ ദീസ് ആർ ദ 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഇനി ചില സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ് ഓഡിറ്റിങ്ങിനെ കുറിച്ച്, ഇത് വളരെ ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, കാരണം ഫുള്ള് തിയറി പേപ്പറാണ്, ഞങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ചൊന്നും യൂസ് ഇല്ല. സോ അത് ഇരുന്ന് പഠിക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് എന്താണ് ഉറക്കം വരും, അങ്ങനെ പല പല റീസൺസ് പറയാറുണ്ട്. ബട്ട് ആക്ച്വലി നിങ്ങൾ ഓഡിറ്റിങ് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സബ്ജക്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബോറിംഗ് സബ്ജക്റ്റ് അല്ല, ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്കോറിംഗ് സബ്ജക്റ്റ്. വളരെയധികം നിങ്ങളത് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് ആക്ച്വലി നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ബോറിംഗ് എന്നൊരു ടൈറ്റിൽ എപ്പോഴും ഓഡിറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഓഡിറ്റിംഗ് ഇസ് എ വെരി സ്കോറിംഗ് സബ്ജക്റ്റ്. ഇനി അടുത്തൊരു കാര്യം സ്റ്റുഡൻസ് പറയുന്ന ഒരു ഇതാണ്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറാണ്, അതൊരിക്കലും ഒരു പ്രാക്ടിക്കൽ പേപ്പർ അല്ല. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഓഡിറ്റിംഗ് ഫുള്ളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്താണ് ഒരു ഇത് വരും, ഓഡിറ്റിംഗ് ആണ് ആക്ച്വലി പ്രാക്ടിക്കൽ പേപ്പർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ് പേപ്പർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പല പല പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ഈ നമ്പേഴ്സിൻ്റെ പിന്നിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു നമ്പേഴ്സിൻ്റെ ഒരു ആക്ച്വലി എന്താണ് ഒരു ഗെയിമാണ് അല്ലേ, നമ്പേഴ്സ് വെച്ചിട്ടുള്ള. സോ ഈ നമ്പേഴ്സിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി പറഞ്ഞു തരുന്നത് ഒരു കാര്യമുണ്ട്, അതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഷോസ് ജസ്റ്റ് നമ്പേഴ്സ്, ബട്ട് ഓഡിറ്റിംഗ് ഈസ് ദ റിയൽ ഗെയിം ചേഞ്ചർ. സോ ആക്ച്വലി ഓഡിറ്റിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ എ തിയറി പേപ്പർ, ഇറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ വൺ. നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലൂടെ എന്താണ് കുറേ കേസ് സ്റ്റഡി നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് വളരെ പ്രാക്ടിക്കലാണ്, നമുക്ക് ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്ത് പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ഒന്നാണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല, ഏറ്റവും നമ്മൾ പറഞ്ഞില്ലേ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ഒരു സ്റ്റെപ്പ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, യു ഹാവ് ടു കീപ്പ് എ മൈൻഡ് സെറ്റ് ദാറ്റ് ഓഡിറ്റിംഗ് ഈസ് എ ഈസി പേപ്പർ. ഓഡിറ്റിംഗ് ഈസ് ഈസി. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ എന്താണ് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഓഡിറ്റിംഗ് ടഫാണ് എന്ന് 100 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാർക്കേ കിട്ടത്തുള്ളൂ. ഹാവ് യു എവർ ട്രൈഡ് ഓഫ് പോസിറ്റീവ് അഫർമേഷൻസ് ലൈക്ക് എന്താണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ജേർണലിംഗ് ഒക്കെ ട്രൈ ചെയ്തവർക്കറിയാം അതിൻ്റെ എത്രമാത്രമാണ് ഇമ്പാക്റ്റ്. നമ്മൾ പറയുന്ന കാര്യത്തിനും അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ പറയണം ഓഡിറ്റിംഗ് ഈസിയാണ്. ഇത് ഓഡിറ്റിംഗ് മാത്രമല്ല, ഏതൊരു സബ്ജക്റ്റ് പഠിക്കാനാണെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും എന്താണ് വളരെ പ്രോപ്പർ ആയിരിക്കണം, വളരെ പോസിറ്റീവ് ആയിരിക്കണം, വളരെ എന്താണ് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ഒരിക്കലും നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട് വെച്ചുകൊണ്ട് ഒരു കാര്യത്തിനെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് വുഡ് ബി എ വെരി ഡിഫിക്കൾട്ട് വൺ. സോ ആസ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ആസ് എ ഫാക്കൽറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യു ഹാവ് ടു കീപ്പ് എ മൈൻഡ് സെറ്റ് ദാറ്റ് യു ക്യാൻ ഗ്രാസ്പ് ദ ഓഡിറ്റിംഗ് കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ഓഡിറ്റിംഗ് കോൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ട്, നിങ്ങൾക്ക് ഓഡിറ്റിംഗ് വളരെ ഈസിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് വിൽ മേക്ക് എ വെരി പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ യുവർ എക്സാമിനേഷൻ. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾ ഈ ലെക്ചർ കണ്ടു കഴിഞ്ഞതിന് ശേഷം യു വിൽ ആക്ച്വലി ലേൺ ഹൗ ടു
learn auditing. So with this I will wish a happy learning to all of you. So നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Okay, so let's start with essay 570. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 570 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് കൺസേൺ ആണ്. സോ ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്, നോട്ട് ഓൺലി ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ബട്ട് ഓൾസോ ഇൻ ദ പ്രാക്ടിക്കൽ ലൈഫ് എന്താണ് essay 570 വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് essay 570. സോ ഈ PDF അതേപോലെ ഞാൻ എഴുതുന്ന നോട്ട്സ് ഇതെല്ലാം ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഐ വിൽ പ്രൊവൈഡ് ദ ലിങ്ക് ഓഫ് ദ സെയിം ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ. ഈ ചാനലിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാനത് അറ്റാച്ച് ചെയ്തേക്കാം. അതിനകത്ത് കയറി നിങ്ങൾക്ക് വേണേൽ ഈ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നോട്ട്സും ഞാൻ അതിനകത്ത് ഇട്ടേക്കാം. എല്ലാം ഈ ബോർഡ് നോട്ട്സ് എഴുതുന്ന എല്ലാം ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾ പക്ഷേ ഞാൻ പറയുന്ന ചില കീവേഡ്സ്, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് അത് റെലവെൻ്റ് ആണ്, ഓർത്ത് വെക്കാൻ അത് എന്താണ് വളരെ ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ്. ആൻഡ് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കി നോട്ട്സ് അതിനകത്ത് ആ ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ ആ ഒരു കാര്യം എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയലിനകത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. നമുക്കറിയാം ഒരു ബിസിനസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നത്, എല്ലാ ബിസിനസ്സും പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ബാലൻസ് ഷീറ്റ് ഉണ്ട്, P&L അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതേപോലെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇത്രയാണ് മെയിൻ ഉള്ളത്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം വി നോ ബാലൻസ് ഷീറ്റിനകത്ത് എന്തെല്ലാം ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്, അതേപോലെ തന്നെ ഏത് സൈഡും ഉണ്ട്, ലയബിലിറ്റി സൈഡും ഉണ്ട്. There are assets as well as liabilities that is in the balance sheet of any business. ഇനി അസറ്റ്സിനകത്ത് തന്നെ എന്താണ്, ലയബിലിറ്റീസിനകത്ത് തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കറണ്ട് ആൻഡ് നോൺ കറണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ. There are current asset, there are current liability, there are non-current asset or fixed asset as well as non-current liabilities. നമ്മൾ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് അസറ്റിന്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ അക്കൗണ്ടൻസിയിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനകത്ത് പഠിക്കാനുണ്ട്. ഇനി കറണ്ട് അല്ലാത്തതെല്ലാം എന്താണ്, നോൺ കറണ്ട് ആണ്. ആ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്റർമീഡിയറ്റിനകത്ത്, അക്കൗണ്ടിങ്ങിനകത്ത്, അഡ്വാൻസ് അക്കൗണ്ട്സിൽ പഠിക്കാനായിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് കറണ്ട് എന്താണെന്നോ നോൺ കറണ്ട് എന്താണെന്നോ എന്നതല്ല, പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതിൻ എ പീരീഡ് ഓഫ് 12 months ഏതെങ്കിലും ഒരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യണം. അടുത്ത ഒരു 3 months ഒരു ലയബിലിറ്റി ഉണ്ട്, അത് സെറ്റിൽ ചെയ്യണം. ഇതൊക്കെ എന്താണ്, ആക്ച്വലി കറണ്ട് ലയബിലിറ്റി ആണ്. ഇനി നമ്മുടെ ബിസിനസ്സിൽ ഒരു മെഷീനറി മേടിച്ച് ഏതെങ്കിലും നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഒരു സ്റ്റേഷനറി ബിസിനസ് ആണെന്ന് വെച്ചോ. സപ്പോസ് അവർ ബിസിനസ് ഇസ് എ സ്റ്റേഷനറി ബിസിനസ്. ഈ സ്റ്റേഷനറി ബിസിനസ്സിൽ നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ ഫർണിച്ചർ മേടിക്കുക, അല്ലെങ്കിൽ പിന്നെ AC മേടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനറി മേടിക്കുക. ഇതെല്ലാം എന്താണ്, നമ്മുടെ ബിസിനസ്സിലേക്ക് ഫിക്സ്ഡ് അസറ്റ് ആണ് അല്ലേ, ഫിക്സ്ഡ് അസറ്റ് ആണ്. ഈ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫിക്സ്ഡ് അസറ്റിന്റെ കോസ്റ്റ് ലെസ് എന്താണ്, ആ വർഷത്തിന്റെ ഡിപ്രീസിയേഷൻ. ഇത് കുറച്ചിട്ട് ഔട്ടർ കോളത്തിലാണ് ബാക്കി എമൗണ്ട് കാണിക്കുന്നത്. സപ്പോസ് ഒരു 100 രൂപയുടെ കോസ്റ്റ് ആണ്, 20 രൂപ എന്താണ് ഡിപ്രീസിയേഷൻ. സോ എന്താണ് മെഷീനറി അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്, 80 rupees ആണ്. ഇനി നമുക്കറിയാം ഇൻവെന്ററി എന്നൊരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലോവർ എന്ന പ്രിൻസിപ്പിളാണ് എന്ത് റെക്കോർഡ് ചെയ്യുന്നത്, ഇൻവെന്ററി റെക്കോർഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം കറണ്ട് ലയബിലിറ്റി ഇപ്പം ഡിബെഞ്ചേഴ്സ് ആണ്, അതിന്റെ മെച്യൂരിറ്റി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് റീപേ ചെയ്താൽ മതി അതിന്റെ എമൗണ്ട്. സോ അതൊരിക്കലും കറണ്ട് അല്ല. ഏതിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നത്, നോൺ കറണ്ട് ലയബിലിറ്റിയിലേക്കാണ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റിയിലേക്കാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ലോങ് ടേം ലയബിലിറ്റി എന്നൊരു കാര്യം വരിക, അല്ലെങ്കിൽ നമ്മൾ ലോങ് ടേമിലേക്ക് ആ ഒരു പൈസ നമുക്ക് കിട്ടത്തോള്. ഫിക്സ്ഡ് അസറ്റ് എപ്പോഴും മേടിക്കുമ്പോഴത്തേനും അതിന്റെ ബെനിഫിറ്റ് ലോങ് പീരീഡ് ഓഫ് എ ടൈം എന്ന് നമുക്ക് എന്താണ് കിട്ടും. അതുകൊണ്ട് തന്നെ ആണ് അതിനെ നോൺ കറന്റിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇവിടെ ലോങ് ടേം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ബിസിനസ് അവരുടെ ഓപ്പറേഷൻ ഒരിക്കലും എന്താണ് അടുത്ത കാലത്തൊന്നും
ഒന്നും നിർത്തിപ്പോത്തില്ല. അവരൊരിക്കലും വിതിൻ എ പീരീഡ് ഓഫ് 2 months 3 months ഒരിക്കലും ബിസിനസ് ക്ലോസ് ആവത്തില്ല എന്നത് അസ്യൂം ചെയ്യുന്നോണ്ടാണല്ലോ ഇങ്ങനെ ലോങ് ടേമിലേക്ക് അവർ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം സപ്പോസ് നമ്മുടെ സ്റ്റേഷനറി ബിസിനസ് അടുത്ത 2 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് പോവുക, അങ്ങനെ 2 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് പോവുക എന്നൊരവസ്ഥ വരുവാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു കാറ്റഗറിയും ലോങ് ടേമിലേക്ക് മാറ്റി വെക്കത്തില്ല. ആ സമയത്ത് നമ്മൾ ബിസിനസിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, എല്ലാം കറണ്ട്, ലോങ് ടേം ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ഒന്നും എഴുതത്തില്ല, എല്ലാം ഇതിലേക്കാണ് പോകുന്നത്, കറണ്ടിലേക്കായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാം ബിസിനസ്, ഇപ്പൊ റിലയൻസ് ഒന്നും എന്താണ് അടുത്ത കാലത്തൊന്നും ക്ലോസ് ചെയ്ത് പോകത്തില്ല, വി നോ ദ ഫാക്ട്. സോ അവിടെ എല്ലാം എന്താണ് ഗോയിങ് കൺസേൺ അസംഷൻ ഉണ്ട്. എന്തുകൊണ്ട്? ഗോയിങ് കൺസേൺ അസംഷൻ അവിടെ ഉണ്ട്. ഈ ഗോയിങ് കൺസേൺ അസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ വൺ ഓഫ് ദ ഫണ്ടമെന്റൽ അസംഷൻ ആണ്. നമുക്കറിയാം അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് there are three fundamental assumptions of accounting. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ, സെക്കൻഡ് എന്ന് പറയുന്നത് അക്രൂവൽ, തേർഡ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. ഈ 3 എണ്ണമാണ് ബിസിനസിന്റെ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ എന്താണ് അക്രൂവൽ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോളിസി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അല്ലാതെ ഈ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, അടുത്ത വർഷം WDV, പിന്നെ അടുത്ത വർഷം സ്ട്രേറ്റ് ലൈൻ, അങ്ങനെ ഒരിക്കലും ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകാൻ പാടില്ല. നമുക്ക് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാം, പക്ഷെ അവിടെ എന്തുകൊണ്ട് കണ്ടീഷൻസ് ഉണ്ട്. മനസ്സിലായി? ഇതെല്ലാം നമ്മൾ അഡ്വാൻസ് അക്കൗണ്ട്സിനകത്ത് പഠിക്കുന്ന കാര്യമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ഗോയിങ് കൺസേൺ ബേസിസ്. നമുക്കറിയാം ഇതെല്ലാം എന്താണ് ഈ ലോങ് ടേമിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ ബിസിനസ് ഒരു ഗോയിങ് കൺസേണിലെ അസംഷൻ നമ്മൾ എന്താണ്, നമ്മുടെ ബിസിനസ് വാലിഡ് ആണ്, ഒരിക്കലും അടുത്ത കാലത്തൊന്നും ക്ലോസ് ചെയ്ത് പോത്തില്ല. ഇനി ഗോയിങ് കൺസേണിന്റെ മീനിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഈസ് എ ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ദാറ്റ് അസ്യൂംസ് എ ബിസിനസ് വിൽ കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് ഫോർ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ അറ്റ്ലീസ്റ്റ് ദ നെക്സ്റ്റ് 12 months വിത്തൗട്ട് ദ ത്രെറ്റ് ഓഫ് ലിക്വിഡേഷൻ. നമ്മുടെ ബിസിനസ് ഒരിക്കലും എന്താണ് അടുത്ത കാലത്തൊന്നും ലിക്വിഡേറ്റ് ആയി പോകത്തില്ല. നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് എന്താണ് കണ്ടിന്യൂ ചെയ്യും ഫോർ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ. ഇനി ഫോർസിയബിൾ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ബിസിനസ് അറ്റ്ലീസ്റ്റ് എവിടെ പറയുന്നത് അറ്റ്ലീസ്റ്റ് 12 months വരെ എന്താണ് നമ്മുടെ ബിസിനസ്സിന് കുഴപ്പമൊന്നും പറ്റത്തില്ല. അതെന്ത് ചെയ്യും, അതിന്റെ ബിസിനസ് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യും. ഇനി ഫോർസിയബിൾ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, foreseeable future. Foreseeable future. Foreseeable future എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടൈം ഇൻ ഫ്യൂച്ചർ ദാറ്റ് ക്യാൻ ബി റീസണബിളി പ്രഡിക്റ്റഡ്. ഫ്യൂച്ചറിലെ ഒരു ടൈം പീരീഡ് നമുക്ക് ഏകദേശം ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോർസിയബിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി reasonably predicted. നമുക്ക് ഒരു ഫ്യൂച്ചർ ടൈം പീരീഡ് അത് നമുക്ക് ഏകദേശം റീസണബിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏകദേശമൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോർസിയബിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, അടുത്ത 2 മാസം നമ്മുടെ സ്റ്റേറ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് ഫോർസി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അടുത്ത ഈ പറഞ്ഞ പോലെ 8 മാസം അല്ലെങ്കിൽ 10 മാസം 12 മാസം നമ്മുടെ ലൈഫ് എന്താണ് എങ്ങനെ ആയിരിക്കും എന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പം ചില ആൾക്കാർ ഇന്റർമീഡിയറ്റ് പാസ്സായി ഫൈനലിലേക്ക് കയറാൻ, ചില ആൾക്കാർ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ വിത്തിൻ ദ പീരീഡ് ഓഫ് എന്താണ് 12 months നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ എന്ത് ചെയ്യാൻ പറ്റും, ഫോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി 5 വർഷം കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് എന്താകും എന്നൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഫ്യൂച്ചർ എപ്പോഴും എന്താണ്, അൺസർട്ടൺ ആണ്. ഫ്യൂച്ചർ അൺസർട്ടൺ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് തന്നെ സംഭവിക്കും എന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ബിസിനസിന്റെ കാര്യം. ബിസിനസ് അടുത്ത എന്താണ് വിത്തിൻ 12 months അടുത്ത ഒരു 12 മാസം ബിസിനസിന്റെ ഓപ്പറേഷൻസ് എങ്ങനെ പോകും എന്ന് ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വെച്ച് നോക്കിയാലും മാർക്കറ്റിൽ ഇപ്പോഴത്തെ എന്താണ് ട്രെൻഡ്, ഇപ്പോഴത്തെ അവരുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻ എന്താണ്, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു ബിസിനസ്സിന് പറയാൻ പറ്റും ഞങ്ങളുടെ അടുത്ത ഇനി 12 മാസം ഇതൊക്കെ ആയിരിക്കും സ്റ്റേറ്റ് എന്ന് ഏകദേശമൊക്കെ പറയാൻ പറ്റും. അതിനെയാണ് ഫോർസിയബിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇനി എവിടം തൊട്ടാണ്
12 മാസം എന്ന് നമുക്ക് നോക്കണ്ടേ? നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിക്കതും ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4 തൊട്ട് 31 മാർച്ച്. ചിലയിടത്ത് എന്താണ് 1/1 തൊട്ട് 31 ഡിസംബർ, ഇങ്ങനെ ആയിരിക്കും. ഇനി ഇയർ എൻഡ് തൊട്ട് 12 മന്ത്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ 31 മാർച്ച് ആണ് ഫിനാൻഷ്യൽ ഇയറിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. 31 മാർച്ച് സപ്പോസ് 25 ആണെങ്കിൽ വിതിൻ ദ പീരീഡ് ഓഫ് 12 മന്ത്സ് എന്ന് പറയുമ്പം എവിടം തൊട്ട് 31 മാർച്ച് 2026 ഞങ്ങളുടെ എന്തെല്ലാം സ്റ്റേറ്റ് ആവും, ഞങ്ങളുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗോയിങ് കൺസേൺ ബേസിസ് എന്ന് പറയുന്നത്. ഇനി അവിടെ 31 ഡിസംബർ 2025 തൊട്ട് 31 ഡിസംബർ 2026 ഞങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും, ഞങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻ അടുത്ത കാലത്തൊന്നും സ്റ്റോപ്പ് ചെയ്യത്തില്ല എന്ന് ബിസിനസ് പറയുവാന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഗോയിങ് കൺസേൺ വാലിഡ് ആണ്. മനസ്സിലായോ? അപ്പം ടൈം പീരീഡ് എപ്പോഴും നോക്കേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഇയർ എൻഡ് അന്ന് തൊട്ട് അടുത്ത 12 മാസത്തെ എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റണം. അതിനെയാണ് ഗോയിങ് കൺസേൺ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്യും എന്ന് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഗോയിങ് കൺസേൺ എന്താണ്, അവിടെ വാലിഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഇനി അങ്ങോട്ട് പഠിക്കും, എന്താണ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി, ഇതെല്ലാം ഇനി വരാൻ പോവാം. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവണം. ഫോർസേബിൾ ഫ്യൂച്ചർ എന്താണെന്നും ഗോയിങ് കൺസേണിന്റെ ടൈം പീരീഡ് 12 മന്ത്സ് എവിടം തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയണം. ഇനി ഞാൻ പറഞ്ഞ നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ സപ്പോസ് ബിസിനസ് ക്ലോസ് ചെയ്യാൻ പോവാം, ബിസിനസ് എന്ത് ചെയ്യാൻ പോവാ, ക്ലോസ് ചെയ്യാൻ പോവാ, ലിക്വിഡേറ്റ് ചെയ്യാൻ പോവാ. ബിസിനസ് എപ്പോഴും ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ബൈഫർക്കേഷൻ കാണത്തില്ല. ഇങ്ങനെ കറണ്ട് എന്നോ നോൺ കറണ്ട് എന്നോ ഒരിക്കലും ബൈഫർക്കേഷൻ കാണത്തില്ല. അവിടെ എല്ലാം ലിക്വിഡേറ്റ് ചെയ്യുമ്പം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ലിക്വിഡേഷൻ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലിക്വിഡേഷൻ ബേസിസ് അല്ലെങ്കിൽ റിയലൈസേഷൻ ബേസിസ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ നോക്കും ഫിക്സ്ഡ് അസറ്റ് ഇന്ന് മാർക്കറ്റിൽ എന്താണ് വാല്യൂ, ആ വാല്യൂവിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇന്ന് ലയബിലിറ്റി എത്ര രൂപയ്ക്ക് നമ്മൾ സെറ്റിൽ ചെയ്യും, അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ കറണ്ട് എന്നോ നോൺ കറണ്ട് ഒന്നും ഇല്ല, അവിടെ എല്ലാം എന്താണ്, കറണ്ട് ആണ്. മനസ്സിലായോ? ഇനി ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുക, അവരുടെ ഫിനാൻഷ്യൽസ് ലിക്വിഡേഷൻ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താണ് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം, ഞങ്ങൾ ലിക്വിഡേഷൻ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഞങ്ങൾക്കിടെ ഗോയിങ് കൺസേൺ എന്താണ്, വാലിഡ് അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. കാരണം നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ചിലപ്പം ഷെയർ ഹോൾഡേഴ്സ് ആകാം, അതേപോലെ ബാങ്ക്സ് ആകാം, പിന്നെ പല ഗവൺമെന്റ് ഏജൻസീസ് ആകാം. ഇതെല്ലാം ഇവരെയൊക്കെ ഒരു കറക്റ്റായിട്ട് ബിസിനസിന്റെ എന്താണ് കാര്യം ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യാൻ പോവുക, ഈ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽസ് വളരെ എന്താണ് പക്കാണ് എന്ന് അസ്യൂം ചെയ്ത് ബിസിനസ് ഇനി കുറെ നാൾ നിൽക്കും. ഒരു ലോങ് ടേം ബേസിസിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ലിക്വിഡേറ്റ് ആയി പോകുകയെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റി പോവും, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കോൺഫിഡൻസ് പോവും, ആകെ എന്താണ് ഒരു പ്രശ്നമാണ്. സോ നമ്മുടെ ലോ പറയുന്നത് നിങ്ങളുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ പോവാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽസ് ലിക്വിഡേഷൻ ബേസിസിൽ പ്രിപ്പയർ ചെയ്യാൻ വേണം. ഇങ്ങനെ ചെയ്തു ഞങ്ങൾ എന്ന കാര്യം നിങ്ങളുടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പക്കായിട്ട് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി ഇങ്ങനെ ചെയ്ത് നമുക്ക് എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ നമുക്ക് ആ എക്സാമ്പിളിനകത്ത് നോക്കാം. ഒരു കമ്പനിയുടെ റിയൽ ലൈഫ് ആണ്, HMT കമ്പനിയുടെ പേര് HMT ചിനാർ വാച്ചസ് ലിമിറ്റഡ്. അതിന്റെ ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ്. ആനുവൽ റിപ്പോർട്ട് 1920 ആണ്. സോ ഇവിടെ നോക്കിയേ, ടു ദ മെമ്പേഴ്സ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് ടു ദ മെമ്പേഴ്സ് ഓർ ലിക്വിഡേറ്റേഴ്സ് HMT ചിനാർ വാച്ചസ് ലിമിറ്റഡ് ബ്രാക്കറ്റിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്, അണ്ടർ ലിക്വിഡേഷൻ. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ടാണ്. SA 700 സീരീസ് ആണ് ഓഡിറ്റ് റിപ്പോർട്ടിനെ ഗവേൺ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, പിന്നെ ഇതാണ് ഇതുപോലെ യൂഡിൻ നമ്പർ, ഇതെല്ലാം എഴുതി അനക്ഷേഴ്സ്, പിന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്,
notes to accounts, then statement of changes in equity. ഇത്രയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് കഴിഞ്ഞ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇതിനകത്ത് യു ജസ്റ്റ് ഫോക്കസ് ഓൺ നോട്ട് നമ്പർ 2. നോട്ട് നമ്പർ 2ലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യം, ദ കമ്പനി ഹാസ് സഫേർഡ് ഹ്യൂജ് ലോസസ്. The company has suffered huge losses and its net worth has been eroded. The government, in view of the losses, has decided to close the company, and pursuant to that, a liquidator has been appointed for voluntary winding up of the company. In view of the same, the accounts of the company are not prepared on going concern basis and has been prepared on liquidation basis. ഇവിടെ പറയുന്നത് going concern കമ്പനിയുടെ എന്താണ് going concern ഇഷ്യൂവിനെ പറ്റിയാണ്. കമ്പനിക്ക് വളരെ ഹെവി ലോസസ് സഫർ ചെയ്യേണ്ടി വന്ന് അതിന്റെ നെറ്റ്വർത്ത് ഒക്കെ പോയി നെഗറ്റീവായി. ഇത് ഗവൺമെന്റ് ഇതെല്ലാം സ്റ്റേറ്റ് നോക്കിയിട്ട് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ട് കമ്പനി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസിഷന്റെ പുറമെ ഒരു കമ്പനിയിൽ ഒരു ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്ത് ലിക്വിഡേറ്റർ ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പിന് എല്ലാം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത്. ഇതുകൊണ്ട് തന്നെ കമ്പനിയുടെ കമ്പനി ക്ലോസ് ചെയ്യാൻ പോവാ. സോ ക്ലോസ് ചെയ്യാൻ പോകുന്ന ഒരു എൻറ്റിറ്റി ഒരിക്കലും ഗോയിങ് കൺസേൺ ബേസിസിൽ അവരുടെ അക്കൗണ്ട്സ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും കറണ്ട് അസറ്റിനകത്ത് ഇതെല്ലാം ബൈഫർക്കേഷൻ ചെയ്ത് സാധാരണ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ വിൽക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇവിടെ പറയുവാണ്, ഇവിടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് തന്നെ പറയുവാണ്, ഇതെല്ലാം കൊണ്ടും കമ്പനിയുടെ അക്കൗണ്ട്സ് ഒരിക്കലും എന്തിലല്ല ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത്, ആർ നോട്ട് പ്രിപ്പയർഡ് ഓൺ ഗോയിങ് കൺസേൺ ബേസിസ്. അത് ഇൻസ്റ്റെഡ് ഓഫ് ദേ ഹാഡ് പ്രിപ്പയർഡ് ദ ഫിനാൻഷ്യൽസ് ഓൺ ലിക്വിഡേഷൻ ബേസിസ്. ഞങ്ങൾ ലിക്വിഡേഷൻ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്ത് എന്ന് വളരെ കറക്റ്റ് ആയിട്ട് പറയണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ നോട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് കവറായി. സെക്കൻഡ് പോയിന്റ് നോക്കി, certain fundamental accounting assumptions underlie the preparation of financial statements and going concern is one of those assumptions. They are usually not specifically stated because their use is accepted and assumed. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി നമുക്കറിയാം ഗോയിങ് കൺസേൺ ബേസിസ്. ഇപ്പൊ റിലയൻസ് എല്ലാ വർഷവും അവരുടെ ഫിനാൻഷ്യൽസിൽ ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യത്തില്ല ഞങ്ങളുടെ ഗോയിങ് കൺസേൺ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്തത് എന്ന് അവരുടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഇങ്ങനെ പറയത്തില്ല. മനസ്സിലായി? കാരണം ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, ഓൾറെഡി അത് അക്സെപ്റ്റഡ് ആണ്. ഗോയിങ് കൺസേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഓൾറെഡി അക്സെപ്റ്റഡും ഓൾറെഡി അസ്യൂംഡ് ആണ്. പക്ഷെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പൊസിഷൻ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോഷർ ഈസ് നെസസറി ഇഫ് ദേ ആർ നോട്ട് ഫോളോഡ്. ഡിസ്ക്ലോഷർ വേണം എപ്പോഴാണ് അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വേണം, ഡിസ്ക്ലോഷർ വേണം. However, when the use of the going concern basis of accounting is not appropriate in the circumstances, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് കൺസേൺ ബേസിസ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഗോയിങ് കൺസേൺ ബേസിസിലല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അപ്രോപ്രിയേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് അവരുടെ ഫിനാൻഷ്യൽസ് ഏത് ബേസിസിൽ വേണം, വേറെ ഏതെങ്കിലും ബേസിസ്, വേറെ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ലിക്വിഡേഷൻ ബേസിസിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ഈ സെക്കൻഡ് പോയിന്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 134(5) ഓഫ് ദ കമ്പനീസ് ആക്ട്. നമുക്ക് ഫസ്റ്റ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ വന്നിട്ട് നമുക്കിത് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ 134 subsection 5 of the Companies Act 2013 എന്താ പറയുന്നതെന്ന് നോക്കാം. ഈ സെക്ഷൻ 134(5) സെക്ഷൻ 134 സബ്സെക്ഷൻ 5 ഐ തിങ്ക് ക്ലോസ് ഡിയിലാന്ന് തോന്നുന്നു പറയുന്നത്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് പ്രിപ്പയർ ചെയ്യും, അവരുടെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവര് ഈ ആനുവൽ റിപ്പോർട്ടിനകത്ത് ഒരു സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യണം. അത് സെക്ഷനെ പറയുന്നതാണ് DRS.
ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് ഈ DRSനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞിരിക്കണം വി ഹാവ് പ്രിപ്പയർഡ് ദ അക്കൗണ്ട്സ്, assuming company is a going concern എന്ന കാര്യം പറയുന്നതിനെയാണ് എന്ത് സെക്ഷൻ 134(5) ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ സെക്ഷൻ 134 സബ്സെക്ഷൻ 5 കമ്പനീസ് ആക്ടിനകത്ത് പറയുന്നത് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് DRSനകത്ത് പറഞ്ഞിരിക്കണം ഞങ്ങൾ അസ്യൂം ചെയ്യുന്ന എന്താണ് ഗോയിങ് കൺസേൺ ബേസിസ് ആണ് അസ്യൂം ചെയ്യുന്നത്. ഇങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി അക്കൗണ്ടബിലിറ്റി എസ്റ്റാബ്ലിഷ് ആവുക. നമുക്കറിയാം നമ്മൾ ഓഡിറ്റേഴ്സ് ആണ്. എപ്പോഴും ഓഡിറ്റിംഗ് പഠിക്കുമ്പം നമ്മൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ തിങ്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഫൈനലി കാരണം നമ്മൾ എന്താണ് ഫൈനലി ഓഡിറ്റർ ആണ് അല്ലേ, അങ്ങനെ നമ്മൾ നോക്കി പഠിച്ചാലേ ആക്ച്വലി കോൺസെപ്റ്റ് മനസ്സിലാവത്തുള്ളൂ. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ഓഡിറ്റർ എപ്പോഴും എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്, ഒരു എക്സ്റ്റേണൽ പേഴ്സൺ ആണ്. സോ കമ്പനിയെ പറ്റി തോനെ അറിയാവുന്നത്, കമ്പനിയെ പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാർ ആരാണ്? കമ്പനിയെ ഗവേൺ ചെയ്യുന്ന ആൾക്കാർ. കമ്പനിയെ ഗവേൺ ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് കമ്പനിയുടെ റിയൽ സിറ്റുവേഷൻ അറിയാവുന്നത്. സോ അവർ റിയൽ സിറ്റുവേഷൻ അറിയാവുന്നത് കൊണ്ട് അവർ ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ ഈ കാര്യം എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ ഇവരുടെ കയ്യിൽ കുറച്ച് ഇൻഫോർമേഷൻ കാണും, അല്ലെങ്കിൽ ഇവർക്ക് നല്ലൊരു ധാരണ ഉണ്ടായിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. ഇനി ഈ കാര്യം എഴുതിയിട്ട് കമ്പനി പെട്ടെന്ന് ക്ലോസ് ആയി പോവാന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ് കള്ളം പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പുറത്ത് എന്താണ് ചാർജസ് ഇനിഷ്യേറ്റ് ചെയ്യും, ഇവരുടെ പുറത്ത് എന്താണ് കുറെ ലീഗൽ ആക്ഷൻസ് വരും. സോ ഇതൊരു എന്താണ് ഒരു ചെക്കാണ്. ലൈക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇങ്ങനെ കൺഫേം ചെയ്യുന്നതിലൂടെ ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്കറിയാം കമ്പനിയുടെ മാനേജ്മെന്റ് ആണ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. മാനേജ്മെന്റിന്റെ മുകളിൽ ഒരു അതോറിറ്റി ഉണ്ട്, ആ അതോറിറ്റിയാണ് TCWG എന്ന് പറയുന്നത്. TCWG എന്ന് വെച്ചാൽ ദോസ് ചാർജ് വിത്ത് ഗവേണൻസ്. ഈ കുഞ്ഞു കുഞ്ഞു എൻറ്റിറ്റീസ്, ചെറിയ എൻറ്റിറ്റീസിൽ ഇങ്ങനെ രണ്ട് ബൈഫർക്കേഷൻ ഒന്നുമില്ല. അവിടെ എല്ലാ കാര്യങ്ങളും ആരായിരിക്കും? മാനേജ്മെന്റ് ആയിരിക്കും നോക്കുന്നത്. പക്ഷെ വലിയ എൻറ്റിറ്റീസിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഓഡിറ്റ് കമ്മിറ്റി കാണും, അതിന്റെ താഴെ ആയിരിക്കും എന്ത് വരുന്നത്? മാനേജ്മെന്റ് വരുന്നത്. മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് മാനേജ്മെന്റിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓഡിറ്റ് കമ്മിറ്റി ആക്ച്വലി സൂപ്പർവൈസസ് ദ ആക്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ആക്ഷന് കറക്റ്റായിട്ട് നോക്കി നടത്തുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓഡിറ്റ് കമ്മിറ്റീനെയാണ് നമ്മൾ TCWG എന്ന് വിളിക്കുന്നത്. ഇനി ഓഡിറ്റ് കമ്മിറ്റിക്കകത്തുള്ള ആൾക്കാർ മെയിൻലി ആരായിരിക്കും എന്നറിയാമോ? ദേ വിൽ ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വലിയ എൻറ്റിറ്റീസിൽ എന്താണ് സെക്ഷൻസ് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്, ഇന്ന കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയിൽ മാൻഡേറ്ററി ആയിട്ട് ആര് വേണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണം. അതെല്ലാം കമ്പനി കോർപ്പറേറ്റ് ലോയ്ക്കകത്ത് വരുന്നതാണ്. ഇനി ഇതിനകത്ത് നോക്കി, ഓഡിറ്റ് കമ്മിറ്റിയുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദ മെയിൻ ജോബ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ആക്ഷനെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ഇവരുടെ പുറത്ത് ഒരു ഓവർസൈറ്റ് കീപ്പ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. അതാണല്ലോ ഓഡിറ്റ് കമ്മിറ്റിയുടെ ജോബ്. ഇനി ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ ജോബിനെ ഇച്ചിരും കൂടെ ഒന്ന് കൺഫേം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സെബി LODR റെഗുലേഷൻസ് 2015 എന്ന് പറയുന്ന ഒരു റെഗുലേഷൻ ഉണ്ട് ആക്ച്വലി. ഇപ്പൊ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, LODR എന്ന് വെച്ചാൽ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് റെഗുലേഷൻ 2015. ഇതിനകത്ത് പറയുന്ന ഒരു മെയിൻ കാര്യം, ഇതിനകത്ത് റെഗുലേഷൻ 18(3) പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ റിവ്യൂ ചെയ്യുന്ന ജോബ് ആർക്കുള്ളതാണ്? ഓഡിറ്റ് കമ്മിറ്റിക്കുള്ളതാണ്. ഈ റെഗുലേഷൻ പ്രകാരം ഓഡിറ്റ് കമ്മിറ്റി മാനേജ്മെന്റിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, if you have prepared financials
ഓൺ എ ഗോയിങ് കൺസേൺ ബേസിസ് വാട്ട് ഈസ് ദ എവിഡൻസ്, ഞങ്ങൾക്ക് എവിഡൻസ് കാണണം. ഇപ്പം മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഗോയിങ് കൺസേൺ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ചോദിക്കും, നിങ്ങൾ എവിഡൻസ് താ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് ബിസിനസ് അടുത്ത 12 മന്ത്സിൽ സർവൈവ് ചെയ്യും അല്ലെങ്കിൽ അടുത്ത 12 മന്ത്സ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള ഏതെങ്കിലും ഒരു എവിഡൻസ് കാണുമല്ലോ. ഷോ ഇസ് ദ എവിഡൻസ് എന്ന് പറയുന്ന ആൾക്കാരാണെന്ത് ഓഡിറ്റ് കമ്മിറ്റി. അങ്ങനെ ചെയ്യണം എന്ന് റെഗുലേഷൻ 18(3) പറയുന്നുണ്ട്. സോ ഇത് ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ചെക്കാണ് അവിടെ എൻഷുർ ചെയ്യുന്നത്. മാനേജ്മെന്റ് എഫേഴ്സ് ഗോയിങ് കൺസേണിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി ആർക്കാണുള്ളത്? ഓഡിറ്റ് കമ്മിറ്റിക്കാണ് ഉള്ളത്. സോ ദർ ഇസ് എ ഡബിൾ ചെക്ക് ഓൺ ദ സെയിം. സോ ഇതാണ് സെക്ഷൻ 134(5) സെബി LODR റെഗുലേഷൻ 2015 എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. Section 134(5) of the Companies Act 2013 requires the Board of Directors to make a specific assertion in the DRS under this section that the directors have prepared the annual accounts on a going concern basis. Similarly, Regulation 18(3) of SEBI LODR states that the audit committee have to review with the management that the annual financial statement and auditor's report before submission to the board for approval with a particular reference to the matter required to be included in the DRS to be included in the. So okay, നിങ്ങൾ ഇത്ര ഒന്നും വായിക്കേണ്ട, നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം 134(5) ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷെ നിങ്ങൾക്ക് എന്താണ് അറിയാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഹാവ് എ നോളജ്, നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഡിസ്ക്രൈബ് ചെയ്തത്. സോ സെക്ഷൻ 134(5) പറയുന്നതാണ് നിങ്ങൾ DRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇങ്ങനെ പറയുകയും വേണം. അതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ ആരും ഉണ്ട്, ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ നോക്കിയാലോ? ഓക്കെ, ഇത് റിലയൻസിന്റെ ആനുവൽ റിപ്പോർട്ടാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ആനുവൽ റിപ്പോർട്ട് 2024-25 ആനുവൽ റിപ്പോർട്ടാണ്. കണ്ടോ എത്ര 146 പേജസ് ഉണ്ട്. മുകേഷ് അംബാനി ചെയർമാൻ ആൻഡ് ഡയറക്ടർ. നമുക്കറിയാം ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല, ഇഷ്ടം പോലെ ഇൻഫോർമേഷൻ ഉണ്ട് കമ്പനിയെ പറ്റി. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ഇതിനകത്തെല്ലാം അറ്റാച്ച്ഡ് ആണ്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ഡയറക്ടേഴ്സ് റിപ്പോർട്ടും എല്ലാം. ഇതാണ്ട് ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. കണ്ടോ? സോ നമ്മൾ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കണം, ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് പോയിന്റ് നമ്പർ D. ഓക്കെ, പോയിന്റ് നമ്പർ D കണ്ടോ? D. The directors have prepared the annual accounts on a going concern basis. ഇങ്ങനെ ആരാ എഴുതുന്നത്? ആക്ച്വലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവര് പറയുവാണ്, അവര് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യുവാണ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ആനുവൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തത് ഏത് ബേസിസിലാണ്? ഗോയിങ് കൺസേൺ ബേസിസിലാണ്. സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡയറക്ടേഴ്സ് എന്താണ്? അക്കൗണ്ടബിൾ ആണ്. അവർ പറഞ്ഞ വാക്കിന് എന്താണ്? അവർ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടബിൾ ആയിരിക്കും. സോ ഇങ്ങനെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 134 സബ്സെക്ഷൻ 5 ക്ലോസ് D ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ഇനി സോ ഇത് നമ്മുടെ കഴിഞ്ഞു. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇത് നമ്മുടെ കഴിഞ്ഞു ഈ പോയിന്റ്. ഇനി അടുത്ത നോക്കിയത് വളരെ സിമ്പിൾ ആണ്. ഹു ഈസ് റെസ്പോൺസിബിൾ ടു അസസ് ദ എൻറ്റിറ്റീസ് എബിലിറ്റി ടു കണ്ടിന്യൂ ആസ് ദ ഗോയിങ് കൺസേൺ?
ഒരു എൻറ്റിറ്റിക്ക് ഒരു ബിസിനസ് ഏബിൾ ആണ്, ഗോയിങ് കൺസേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും, ആ ഒരു ബിസിനസ്സിന് കേപ്പബിലിറ്റി ഉണ്ട് എന്നത് അസസ് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, എന്നത് നോക്കുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഓഫ് കോഴ്സ് എൻറ്റിറ്റിയുടെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. കമ്പനിയെ നല്ല രീതിയിൽ അസസ് ചെയ്തിട്ട് ഗോയിങ് കൺസേൺ ആണോ വാലിഡ് എന്ന് ചെക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഓൾറെഡി മാനേജ്മെന്റിനാണ്. കാരണം എക്സ്റ്റേണൽ പേഴ്സൺ ആയിട്ടുള്ള ഓഡിറ്ററിനല്ല കമ്പനിയെ പറ്റി എല്ലാം ഡീറ്റെയിൽ അറിയാവുന്നത്. ഇത് വളരെ ഒരു വേണേ ഒരു MCQ ആയിട്ട് വേണേ വരാം. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്, എന്നാലും പറയുക. ഇനി നോക്കി, ഓവർ വാട്ട് പീരീഡ് ഈസ് ഗോയിങ് കൺസേൺ അസസ്ഡ്? നമ്മൾ 12 months എന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് തോന്നും വളരെ സ്ലോ ആയിട്ടാണല്ലോ, ഒരു പേജ് പോലും കവർ ചെയ്തില്ല എന്ന് തോന്നും. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അത് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എവറിത്തിങ് എക്സ്പേർട്ടിസ്റ്റ് നോളജ് റിക്വയർസ് സം ടൈം. സോ നിങ്ങൾ ടൈം എടുത്ത് തന്നെ നിങ്ങൾക്കത് എന്താണ് ഇത് മൊത്തത്തിൽ പഠിച്ചു കഴിയുമ്പോൾ ഒരു ഓവറോൾ ഒരു കോൺഫിഡൻസ് വരും ഈ എസ്സേനെ പറ്റി. ഓക്കെ, when checking going concern, the auditor must look for the same future period that the management has considered. ഇപ്പൊ നോക്കിയേ, മാനേജ്മെന്റ് ഗോയിങ് കൺസേൺ മാനേജ്മെന്റ് അസസ് ചെയ്തിട്ട് മാനേജ്മെന്റിന്റെ അസസ്മെന്റ് പീരീഡ് 12 months ആണല്ലോ. ജനറലി എന്താണ് ലോ പറയുന്നത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് അങ്ങോട്ടുള്ള 12 months വരെയുള്ള ഗോയിങ് കൺസേണിന്റെ കാര്യങ്ങൾ നിങ്ങൾ അസസ് ചെയ്യണം എന്നതാണ് ലോ പറയുന്നത്. സോ മാനേജ്മെന്റ് 12 monthsന്റെ അസസ്മെന്റ് ആണ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഓഡിറ്ററും ചെക്ക് ചെയ്യേണ്ട ഏത് അസസ്മെന്റ് ആണ്? 12 months അസസ്മെന്റ് ആണ് ആരും ചെക്ക് ചെയ്യേണ്ടത്? ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ലോയോ ഒരു റെഗുലേഷനോ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സോ എന്തെങ്കിലും പറയുവാണ് നിങ്ങളുടെ അസസ്മെന്റ് ഒരു ലോങ്കർ പീരീഡിലേക്ക് വേണം. ലോങ്കർ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 12 months. ഇപ്പൊ ലോങ്കർ പീരീഡ് ക്യാൻ ബി 18 months ഓർ 24 months, ഏതെങ്കിലും ആകാം. ഇത്രയും പീരീഡത്തേക്ക് വേണം നിങ്ങളുടെ മാനേജ്മെന്റ് അസസ്മെന്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ നോക്കേണ്ട എന്താണ്? ഈ ലോങ്കർ പീരീഡ്. ജനറലി ഇങ്ങനെയാണ്, മാനേജ്മെന്റ് എത്ര നാളത്തെ അസസ്മെന്റ് ആണോ ചെയ്തിട്ടുള്ളത് ആ അത്ര നാളത്തെ അസസ്മെന്റ് ആര് ചെക്ക് ചെയ്യണം? ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഇത് ജനറലി എന്താണ് ലോ പറയുന്നത്? 12 monthsന്റെ അസസ്മെന്റ് നിങ്ങൾ നടത്തിയാൽ മതി. പക്ഷെ ലോങ്കർ പീരീഡ് ഏതെങ്കിലും ലോയ്ക്കകത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ റെഗുലേഷൻ പറയുന്നുണ്ട് നിങ്ങളുടെ എൻറ്റിറ്റി ലോങ്കർ പീരീഡിലത്തേക്ക് ഗോയിങ് കൺസേണിനെ നിങ്ങൾ അസസ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഇത് വേണം ഓഡിറ്റർ എന്ത് ചെയ്യാനായിട്ട്? ചെക്ക് ചെയ്യാനായിട്ട്. ലോങ്കർ പീരീഡ് ക്യാൻ ബി എനിത്തിങ് മോർ ദാൻ 12 months. അത് 18 months ആകാം, 24 months ആകാം, 28 months ആകാം, എന്ത് വേണേലും ആകാം. മിനിമം എത്ര മന്ത്സ് എങ്കിലും കവർ ചെയ്യണം മാനേജ്മെന്റ്? 12 months എങ്കിലും കവർ ചെയ്യണം. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 1, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡേറ്റഡ് എന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് ഇയർ എൻഡ് എന്ന് പറയുന്നത് 31st December 2025. ഇനി മാനേജ്മെന്റ് ചെക്ക് ചെയ്യുന്ന മാനേജ്മെന്റ് ചെക്സ് ഗോയിങ് കൺസേൺ ഓൺലി അപ് ടു 30th June 2026. ഇത്രയും പീരീഡിലേക്ക് മാനേജ്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളൂ? അസസ്മെന്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ എത്ര months ആയി? 31st December 2025 തൊട്ട് 30th June 2026 എന്ന് പറയുന്നത് ഓൺലി 6 months ആണ്. ഈ 6 months അസസ്മെന്റ് ഒരിക്കലും എന്തല്ല, പ്രോപ്പർ അല്ല. മിനിമം എന്ന് പറയുന്നത് എന്താണ്? 12 monthsലേക്ക് അസസ്മെന്റ് ചെയ്യണം എന്നതാണ് ലോ പറയുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആരാ പറയേണ്ടത്? ഓഡിറ്റർ മാനേജ്മെന്റിന്റെ അടുത്ത് പറയണം. Auditor should tell management that please extend your assessment to at least 12 months. നിങ്ങളുടെ അസസ്മെന്റ് 6 മാസത്തേക്കല്ല, അറ്റ്ലീസ്റ്റ് എത്ര മാസത്തേക്കെങ്കിലും നിങ്ങൾ കവർ ചെയ്യണം? ഒരു 12 മാസത്തേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം 31st December 2025 ഇയർ എൻഡ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 12 months എന്ന് പറയുമ്പോൾ 31st December 2026 എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അസസ്മെന്റ് നടത്തണം. എന്നിട്ട് വേണം പറയാനായിട്ട് ഗോയിങ് കൺസേൺ പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ളത്. മനസ്സിലായി? ഇപ്പം 6 months ഒരിക്കലും കറക്റ്റ് അല്ല. അറ്റ്ലീസ്റ്റ് എത്ര months എങ്കിലും കവർ ചെയ്യണം? 12 months എങ്കിലും കവർ ചെയ്യണം. ഇനി അടുത്ത എക്സാമ്പിൾ നമ്പർ 2. മാനേജ്മെന്റ്
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് 31 ഡിസംബർ 2025. ഇനി ലോ സ്പെസിഫിക്കലി പറയുവാണ് നിങ്ങൾ 18 months പീരീഡിലേക്ക് എന്ത് നടത്തണം, അസസ്മെന്റ് നടത്തണം. നിങ്ങൾ ക്ലോസ് ചെയ്തതാണ് തൊട്ട് 18 months വരെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. ഇപ്പൊ 31 ഡിസംബർ 2025 തൊട്ട് 18 months എന്ന് പറയുന്നത് എത്രയാണ്? 18 months 30th ജൂൺ 27, 25, 26 എന്ന് വെച്ചാൽ 12 months ഫുള്ള് കവർ ചെയ്യും. പിന്നെ 27 6 months, അപ്പം 12 + 6 18. അപ്പൊ 18 months കവർ ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് 31 ഡിസംബർ 25 തൊട്ട് 30th ജൂൺ 27 വരെ അസസ്മെന്റ് നടത്തണം എന്ന് ആരാണ് സ്പെസിഫിക്കലി പറയുന്നത്? ലോ ആണ് സ്പെസിഫിക്കലി പറയുന്നത്. ഇനി മാനേജ്മെന്റ് ഇതിനകത്ത് 12 മാസമേ കവർ ചെയ്തിട്ടുള്ളൂ. ആര് കവർ ചെയ്തിട്ടുള്ളൂ? മാനേജ്മെന്റ് അസസ്മെന്റ് നടത്തിയപ്പോൾ ഓൺലി 12 months കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. ഓഡിറ്റർ ആരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം? മാനേജ്മെന്റിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 18 months വരെയെങ്കിലും നിങ്ങൾ ലോങ്കർ പീരീഡ്, ഇതാണ് ലോങ്കർ പീരീഡ്, നിങ്ങൾ ഈ ലോങ്കർ പീരീഡിലേക്ക് അസസ്മെന്റ് ചെയ്യണം എന്നത് ആരാ പറയേണ്ടത്? ഓഡിറ്റർ ആണ് പറയേണ്ടത്. സോ അവിടെ നമ്മൾ 12 months നടത്തിയാൽ തന്നെ ഓഡിറ്റർ ഇത് കൺസിഡർ ചെയ്യത്തില്ല. കാരണം ലോ പറയുന്നത് 18 months നിങ്ങൾ അസസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഓഡിറ്റർ മാനേജ്മെന്റിന്റെ അടുത്ത് അത് റിക്വസ്റ്റ് ചെയ്യും. ഇനി അടുത്ത എക്സാമ്പിൾ നമ്പർ 3. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്ന ഡേറ്റ് 31 ഡിസംബർ 2025. മാനേജ്മെന്റ് അസസ്മെന്റ് ചെയ്ത ഡേറ്റ് എവിടെ തൊട്ട്? 31 ഡിസംബർ 26. ഇതിനകത്ത് 12 months പീരീഡ് കവർ ചെയ്യുന്നുണ്ട്. ലോ വേറെ ഒന്നും പറയുന്നില്ല. സോ ഓഡിറ്റർ ഇത് തന്നെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. മനസ്സിലായി? അപ്പൊ ഇതിന്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തൊട്ട് അറ്റ്ലീസ്റ്റ് 12 months വരെയുള്ള ഗോയിങ് കൺസേൺ എന്ത് ചെയ്യണം? ചെക്ക് മാനേജ്മെന്റ് നടത്തണം. ഇനി ലോ പറയുന്നുണ്ട് ഏതെങ്കിലും ലോങ്കർ പീരീഡിലേക്ക് നിങ്ങൾ അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഓഡിറ്റർ എന്താണ്? ആ ലോങ്കർ പീരീഡിലത്തേക്ക് കാര്യങ്ങളെ നോക്കത്തുള്ളൂ. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സമ്മറി എന്ന് പറയുന്നത്. In evaluating management assessment of the entity's ability to continue as a going concern, the auditor shall cover the same period as that used by the management to make its assessment as required by the applicable financial reporting framework or by law or regulation if it specifies a longer period. If management assessment of the entity ability to continue as a going concern covers less than 12 months from the date of financial statement as defined in SA 560, the auditor shall request management to extend its assessment period to at least 12 months from that date. സോ ഇത് നമുക്ക് കവറായി. ഇപ്പം നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കുന്ന സമയത്ത് ഇതേ ലൈൻസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ലൈനിനെയും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാത്തത് എവിടെ തന്നെ. ഇപ്പൊ അവിടെ നിങ്ങൾ എഴുതണം, ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ സെയിം പീരീഡ് ആസ് ദ മാനേജ്മെന്റ് ഹാസ് മെയ്ഡ് ദ അസസ്മെന്റ് റിഗാർഡിംഗ് ഗോയിങ് കൺസേൺ. ഇഫ് ലോ റെഗുലേഷൻ സ്പെസിഫൈസ് എ ലോങ്കർ പീരീഡ് ദെൻ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു ചെക്ക് ദ സെയിം. ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ സഫീഷ്യൻ്റ് ആകും. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ്. സോ നമ്മൾ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്ത് കവർ ചെയ്ത്. സോ നിങ്ങൾ ജസ്റ്റ് ഇത്രയും നമ്മൾ ഒരു പേജ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഐ വിൽ ഗിവ് യു സം 5 to 10 minutes. 5 minutes will be sufficient. സോ നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം.
What factors are taken into account by the management when assessing the entity's ability to continue as a going concern? മാനേജ്മെന്റ് അസസ്മെന്റ് നടത്തുമ്പോൾ ഗോയിങ് കൺസേൺ റിഗാർഡിംഗ് മാനേജ്മെന്റ് അസസ്മെന്റ് കമ്പനിയുടെ എബിലിറ്റി എന്താണ്, ഗോയിങ് കൺസേൺ വാലിഡ് ആണോ എന്ന കാര്യം അസസ് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം ഫാക്ടറാണ് മാനേജ്മെന്റ് മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് അത് നോക്കാം. 3 പോയിന്റേ ഉള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, പിന്നെ നമുക്ക് നോക്കാം ഓരോന്നോരോന്ന്. സോ നമുക്കറിയാം future is always uncertain in nature. ഫ്യൂച്ചർ എന്താണ്, എപ്പോഴും അൺസേർട്ടൺ ആണ്. അൺസേർട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതേപോലെ തന്നെ നടക്കും, അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ റിസൾട്ട് നാളെ ഇത് തന്നെ ആകും എന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഫ്യൂച്ചറിന്റെ റിസൾട്ടോ ഫ്യൂച്ചറിന്റെ ഈവൻസ് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫ്യൂച്ചറിനെ എപ്പോഴും അൺസേർട്ടനിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈസിലി അടുത്ത മാസം എന്താകും എന്ന് ഈസിലി നമുക്ക് പറയാൻ പറ്റും, പക്ഷെ അടുത്ത 2-3 വർഷത്തിന് ശേഷം ഇത് തന്നെ സംഭവിക്കും എന്നത് പറയാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ടൈം പീരീഡത്തേക്ക് നമുക്ക് പ്രെഡിക്റ്റബിലിറ്റി ഈസിയാണ്, പക്ഷെ ലോങ്കർ ദ ഫ്യൂച്ചർ ടൈം ഇറ്റ് വുഡ് ബി മോർ ഡിഫിക്കൾട്ട് ടു പ്രെഡിക്ട് ദ ഫ്യൂച്ചർ പീരീഡിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് തോനെയാണെങ്കിൽ അതിന്റെ എന്താണ് ഈ സിറ്റുവേഷൻസ് നമുക്ക് ഇന്ന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് ഒരു 3 മാസം 1 to 3 months എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, സോ നാളെ എന്തായിരിക്കും അല്ലെങ്കിൽ അടുത്ത മാസം എന്തായിരിക്കും. ഇപ്പം നമ്മുടെ സ്റ്റഡീസിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സ്റ്റഡീൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇത് ഇത്രയൊക്കെ പോർഷൻ കംപ്ലീറ്റ് ആയി, ഇത്രയെല്ലാം ക്ലാസ് ഞാൻ കണ്ടു കഴിഞ്ഞ്, ഇനി എന്താണ് ഇതെല്ലാം ഉണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടല്ലോ ഇന്നത്തെ പറ്റി. സോ ഇനി നാളെ അടുത്ത മാസം എന്തെല്ലാം കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത മാസം എന്തെല്ലാം തീരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വെച്ചിട്ട് അടുത്ത വർഷം ഞാൻ ഈ ഒരു ജോബിന് കയറും എന്നത് കറക്റ്റായിട്ട് പറയാൻ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. സോ 1 to 2 years ഇന്നോട്ട് 1 to 2 yearsന്റെ ഫാക്ടർ വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, പക്ഷെ ഈ കാര്യം എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഒരു കമ്പനിയുടെ സെയിൽ അടുത്ത 2 മാസത്തെ കമ്പനിയുടെ സെയിൽ ഇത്ര പെർസെൻറ്റേജ് ഗ്രോ ചെയ്യും എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം ഇന്നത്തെ കമ്പനിയുടെ സിറ്റുവേഷൻ നോക്കണം, ഇന്നത്തെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കണം, ഇന്നത്തെ അവൈലബിൾ മാർക്കറ്റ് ട്രെൻഡ് ഇങ്ങനെയാണ്. സോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് ഉള്ള സ്റ്റോക്കിന് ഇന്ന ഡിസ്കൗണ്ട് വെച്ചിട്ട് കൊടുത്ത 2 മാസത്തിനുള്ളിൽ ഇത്ര സെയിൽ 20% 5% സെയിൽസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇങ്ങനെ പറയാൻ വളരെ എന്താണ് ഈസിയാണ്. അതേസമയം ഇന്ന് തൊട്ട് 1-2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 1-2 വർഷം കഴിഞ്ഞ് കമ്പനിയുടെ സെയിൽ ഇത്രമാത്രം ഗ്രോ ചെയ്യും എന്ന് പറയാൻ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ, ദ ഫർദർ into the future ഇതെല്ലാം കീ പോയിന്റ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന പോയിന്റ്സാ. ദ മോർ അൺസർട്ടനിറ്റി നമ്മൾ ഫ്യൂച്ചറിലേക്ക് അങ്ങോട്ട് ടൈം പീരീഡ് പോകും തോറും എന്താണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഫാക്ടർ വളരെയധികം കൂടുതലാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം there are larger companies as well as there are smaller companies അല്ലേ. കമ്പനിയുടെ എന്താണ് ഈ പറഞ്ഞ ലാർജ് കമ്പനീസ് അല്ലെങ്കിൽ സ്മോൾ കമ്പനീസ് ഉണ്ട്. പല എന്താണ് അവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. വലിയ കമ്പനീസും ഉണ്ട്, ചെറിയ കമ്പനീസും ഉണ്ട്. കമ്പനീസ് മാത്രമല്ല, പാർട്ട്ണർഷിപ്പ് ആയാലും എൻറ്റിറ്റീസ് അങ്ങനെ വേണേൽ പറയാം. നമുക്കറിയാം ലാർജ് കമ്പനീസിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ തോനെ പ്രോഡക്റ്റ് കാണും അല്ലേ. അവർക്ക് തോനെ പ്രോഡക്റ്റ് കാണും, കൂടുതൽ ബിസിനസ് ലൈൻസ് കാണും, പല മൾട്ടി ഫാക്ടേഴ്സ് എന്താണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കൺട്രിയിൽ അവരെന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും അല്ലേ. പല രാജ്യങ്ങളിൽ അവർ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേനും സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ കൂടുന്തോറും അവിടെ അൺസർട്ടനിറ്റി ഫാക്ടർ എന്താണ് വളരെയധികം കൂടുതലാണ്.
അവിടെ അൺസർട്ടനിറ്റി ഫാക്ടർ കൂടുതലാണ്. കാരണം പല പല പ്രോഡക്റ്റ് ഉണ്ട്, ഇതിനെല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇപ്പം നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല, ബിഗ് ബോസ് എന്ന ഷോയിൽ കൂടുതൽ കണ്ടസ്റ്റൻ്റ് ഉള്ള സമയത്ത് കിച്ചൺ ഡ്യൂട്ടി ആണെങ്കിലും എല്ലാവരെയും മാനേജ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ഉള്ളൊരു ഫാക്ടറാണ്. അതേസമയം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ആൾക്കാർ കുറഞ്ഞു വരും. ആ സമയത്ത് ഒരാൾ ടീം ലീഡറായി നിൽക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല, കമ്പാരിറ്റീവ്ലി അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഞാനവിടെ റെക്കമെൻഡ് ചെയ്യുമല്ല, നിങ്ങളത് കാണണമെന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സോ ലാർജർ വലിയ വലിയ കമ്പനിയിൽ വരുമ്പോൾ അവർക്ക് പല പ്രോഡക്റ്റ് ഉണ്ട്, പല ബിസിനസ് ലൈൻസ് ഉണ്ട്, പല ബിസിനസ് സെഗ്മെന്റ്സ് ഉണ്ട്, പല രാജ്യങ്ങളിൽ അവർ ഓപ്പറേറ്റ് ചെയ്യും. സോ എല്ലാം എന്താണ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് പോവുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ്. കാരണം കറക്റ്റായിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സസ് വേണം, അല്ലെ, ആൾക്കാർ വേണം, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം, കറക്റ്റ് സമയത്തിന് ആൾക്കാർ വേണം. അതും ഒരു ഫാക്ടറാണ്. അതേസമയം ഒരു ചെറിയൊരു കമ്പനിയാണ്, സ്മോളർ കമ്പനീസിന്റെ കാര്യമാണെങ്കിൽ അവരുടെ ഓപ്പറേഷൻസ് വളരെ സിമ്പിൾ ആയിരിക്കും, അല്ലേ, സിമ്പിൾ ഓപ്പറേഷൻസ് ആയിരിക്കും. അതേപോലെ തന്നെ സിമ്പിൾ ഓപ്പറേഷൻസ് കാരണം അവരുടെ അൺസർട്ടനിറ്റി ഫാക്ടർ എന്താണ്, അൺസർട്ടനിറ്റി ഫാക്ടർ വളരെ കുറവാണ്. കാരണം സ്മോൾ കമ്പനിയാണ്, ഒരു ചെറിയൊരു ഏരിയയിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ, അവരെ കൺട്രോൾ ചെയ്യാനോ നമുക്ക് എന്താണ് എളുപ്പത്തിൽ പറ്റും ആസ് കമ്പയർഡ് ടു ലാർജർ കമ്പനീസ്. ഇനി ചില ബിസിനസ് എന്ന് പറയുന്നത്, ചില ബിസിനസ് ടോട്ടലി അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഗവൺമെന്റിന്റെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു ബിസിനസ് മൊത്തം ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഫാക്ടർ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ റെഗുലേഷൻ മാറി, ആ എൻറ്റിറ്റിയെ ആ എൻറ്റിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ആ റെഗുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ റെഗുലേഷൻ മൊത്തത്തിൽ അവർക്ക് അൺഫേവറബിൾ ആയിട്ട് വന്ന്, സോ അത് വലിയൊരു അൺസർട്ടനിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മളെല്ലാവരും ചേർന്ന് ഒരു ചെറിയൊരു ബേക്കറി ഷോപ്പ് നടത്തുന്നെന്ന് വെച്ചോ, ഒരു സ്മോൾ ബേക്കറി ഷോപ്പ്. ആ ഷോപ്പിന്റെ ക്യാഷ് ഫ്ലോസ് നമുക്ക് എന്താണ് ഈസിലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഈസിലി പ്രെഡിക്റ്റബിൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി അത് റെഗുലർ കസ്റ്റമേഴ്സ് ആയിരിക്കും, അല്ലേ, നമ്മുടെ കടയിൽ വരുന്ന റെഗുലർ കസ്റ്റമേഴ്സ് ആയതിനാൽ നമ്മുടെ ബേക്കറി ഷോപ്പിന്റെ ഇതേപോലെ സെയില് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇത്രയൊക്കെ ആയിരിക്കും എന്ന് എളുപ്പത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതേസമയം സപ്പോസ് നമ്മൾ എയർലൈൻ കമ്പനിയാണ്. ആ എയർലൈൻ കമ്പനി എന്താണ്, ഇച്ചിരി ടൈപ്പ് ഓഫ് ബിസിനസ് വളരെ ഡിഫറെൻ്റ് ആണ്. ഈ സ്മോൾ ബേക്കറി ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ എയർലൈൻ കമ്പനിയുടെ നേച്ചർ എന്താണ്, വളരെ ഡിഫറെൻ്റ് ആണ്, അല്ലേ. ഇപ്പോൾ എയർലൈൻ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഫ്യൂവൽ പ്രൈസ് ഇതിനകത്ത് ചേഞ്ച് വന്നാൽ, ഗവൺമെന്റിന്റെ പോളിസി ആൻഡ് റെഗുലേഷനകത്ത് ചേഞ്ച് വന്നാൽ, ഇതെല്ലാം അതേപോലെ ഗ്ലോബൽ ട്രാവലിന്റെ ഡിമാൻഡ് മാറിക്കഴിഞ്ഞാൽ, ഗ്ലോബൽ ട്രാവൽ ഡിമാൻഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എയർലൈൻ കമ്പനിയുടെ അൺസർട്ടനിറ്റി എന്ത് ചെയ്യും, വളരെയധികം കൂട്ടും. അൺസർട്ടനിറ്റി ഫാക്ടർ വളരെയധികം കൂടുതലാണ്. സോ ഇതാ പറയുന്നത് സൈസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് affect the judgment. ഒരു മാനേജ്മെന്റിന്റെ ജഡ്ജ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന അടുത്ത ഫാക്ടർ ഏതൊക്കെയാണ്, കമ്പനിയുടെ സൈസ്, കമ്പനിയുടെ എത്രമാത്രമാണ് കമ്പനി കോംപ്ലക്സ്, കമ്പനിയുടെ നേച്ചർ എങ്ങനെയാണ്, നേച്ചർ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്, ഇതെല്ലാം മാനേജ്മെന്റ് എടുക്കുന്ന ജഡ്ജ്മെന്റിനെ എന്ത് ചെയ്യും, നല്ല രീതി എഫക്ട് ചെയ്യും. സോ ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് എപ്പോഴും നമ്മൾ മാനേജ്മെന്റിന്റെ ഇന്ന് എടുക്കുന്ന ജഡ്ജ്മെന്റ് ഏതിന്റെ ബേസിസിലായിരിക്കും, ഇന്നത്തെ ഇൻഫോർമേഷന്റെ ബേസിസിലായിരിക്കും, ടുഡേയ്സ് ഇൻഫോർമേഷൻ, അല്ലേ, ടുഡേയ്സ് ഇൻഫോർമേഷൻ. മാനേജ്മെന്റ് എപ്പോഴും ഒരു ഗോയിങ് കൺസേണിനെ വെച്ചിട്ട് ഒരു ജഡ്ജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇന്നത്തെ മാനേജ്മെന്റിന്റെ കയ്യിലായിട്ടുള്ള അവൈലബിൾ ബെസ്റ്റ് ഇൻഫോർമേഷൻ എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ 31 മാർച്ച് 2026 മാനേജ്മെന്റിന് തോന്നുവാണ്, മാനേജ്മെന്റ് ബിലീവ്സ് ദാറ്റ് കമ്പനി വിൽ ഗെറ്റ് എ ലോൺ. കമ്പനി
കമ്പനിക്ക് എന്ത് കിട്ടും? ലോൺ കിട്ടും, ബാങ്ക് ലോണ് കിട്ടും. കമ്പനി വിൽ ഗെറ്റ് എ ബാങ്ക് ലോൺ. ഇത് ഇന്നത്തെ ഡേറ്റിൽ നിന്നുകൊണ്ട് ആര് പറയുവാണ്? മാനേജ്മെന്റ് പറയുക. പക്ഷേ സബ്സിക്വന്റ്ലി മെയ് 2026 ആയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ബാങ്ക് rejects the loan application. കമ്പനി കൊടുത്ത ലോൺ ആപ്ലിക്കേഷൻ ആര് റിജക്ട് ചെയ്ത്? ബാങ്ക് റിജക്ട് ചെയ്ത്. മെയ് 26 പിന്നീട് ബാങ്ക് അത് റിജക്ട് ചെയ്ത്. സോ ഇങ്ങനെ പറയുമ്പം ഒരിക്കലും നമ്മൾ ഈ ഒരു മെയിൽ ഈ ഒരു സംഭവം നടന്നപ്പം നമ്മൾ പറയുവാണ് മാനേജ്മെന്റ് എടുത്ത ജഡ്ജ്മെന്റ്, ഈ ഡേറ്റിന്റെ എടുത്ത ജഡ്ജ്മെന്റ് തെറ്റായിപ്പോയി എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ? മാനേജ്മെന്റ് ഈ ഒറിജിനൽ ജഡ്ജ്മെന്റ് എടുത്ത സമയത്ത് ആ ഡേറ്റിനുള്ള ഇൻഫോർമേഷൻ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മാനേജ്മെന്റ് നിന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഫ്യൂച്ചറിൽ ഇങ്ങനെ ആകും എന്നങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. ദാറ്റ് വിൽ നോട്ട് മേക്ക് എനി സെൻസ്. മാനേജ്മെന്റ് ഈ ഡിസിഷൻ തെറ്റാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒറിജിനൽ ജഡ്ജ്മെന്റ് എടുത്ത ടൈമിൽ ഇൻഫോർമേഷൻ കിട്ടിയത് ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. അതുകൊണ്ടാണല്ലോ മാനേജ്മെന്റ് അങ്ങനെ ചെയ്തത്. സോ ഒരിക്കലും പിന്നീട് ഒരു ഈവന്റ് വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ല മൊത്തത്തിൽ. കാരണം ആ ടൈമിൽ ആ ഡിസിഷൻ ആ സമയത്തുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് ജഡ്ജ്മെന്റ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ judgments are based on information available at the time. ആ ടൈമിൽ എന്താണോ ഉള്ളത് ഇൻഫോർമേഷൻ അത് വെച്ചിട്ട് ജഡ്ജ്മെന്റ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇത്രയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്നുകൂടെ ആ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് നോക്കാം, ആൻസേഴ്സ് വായിച്ചു നോക്കാം. The degree of uncertainty associated with the outcome of an event or condition increases significantly the further into the future an event or condition or the outcome occurs. നമ്മൾ ഫ്യൂച്ചറിന്റെ പീരീഡിലേക്ക് അങ്ങോട്ട് പോകുന്നതോറും അൺസർട്ടനിറ്റി ആ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി വളരെയധികം കൂടും. ഫോർ ദാറ്റ് റീസൺ അതുകൊണ്ട് തന്നെ മിക്ക ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് അസസ്മെന്റ് should specify the period for which management is required to take into account all available information. മാനേജ്മെന്റ് അസസ്മെന്റ് ഒരു സ്പെസിഫിക് പീരീഡത്തേക്ക് കവർ ചെയ്യാൻ പാടുള്ളൂ. ആ പീരീഡിനുള്ളിൽ എന്തെല്ലാം ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നോ അത് വെച്ചിട്ട് നമുക്ക് ഗോയിങ് കൺസേണിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. മെയിൻലി സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഫ്യൂച്ചറിലേക്ക് പോകുന്തോറും ടൈം പീരീഡ് കൂടുന്തോറും അൺസർട്ടനിറ്റി ഫാക്ടർ കൂടി വരും. അതുകൊണ്ട് തന്നെ മിക്ക ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പറയുന്നത് മാനേജ്മെന്റ് അസസ്മെന്റ് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് കവർ ചെയ്താൽ മതി. ആ സ്പെസിഫിക് പീരീഡിൽ മെയിൻലി എത്ര മന്ത്സ് ആണ്? അവിടെ 12 മന്ത്സേ നമ്മൾ കവർ ചെയ്തോളൂ. 12 മന്ത്സിലേക്ക് നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ എൻറ്റിറ്റി. കൂടുതൽ ലാർജ് കമ്പനീസ് ആണെങ്കിൽ അവിടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേപോലെ നേച്ചർ ആൻഡ് കണ്ടീഷൻ ഓഫ് ദ ബിസിനസ് ആൻഡ് ദ ഡിഗ്രി ടു വിച്ച് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടർ അഫക്ട്സ് ദ ജഡ്ജ്മെന്റ് റിഗാർഡിംഗ് ദ ഔട്ട്കം ഓഫ് ആൻ ഇവന്റ് ഓർ കണ്ടീഷൻ. അല്ലേ? ഇപ്പൊ എക്സ്റ്റേണൽ ഫാക്ടറിന്റെ ഒരു ഇഷ്യൂ വരികയാണ്, റെഗുലേഷൻസ് മാറുകയാണ്. ഇതെല്ലാം ജഡ്ജ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സൈസ് എഫക്ട് ചെയ്യും ജഡ്ജ്മെന്റ്. വലിയ കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ എടുക്കുന്ന ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിട്ട് നാളെ ഇതേപോലെ നടക്കണമെന്നില്ല. കോംപ്ലക്സ് ആണെങ്കിലും ജഡ്ജ്മെന്റിനെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ഇനി അടുത്ത എനി ജഡ്ജ്മെന്റ് അബൌട്ട് ദ ഫ്യൂച്ചർ ഈസ് ബേസ്ഡ് ഓൺ ഇൻഫോർമേഷൻ അവൈലബിൾ അറ്റ് ദ ടൈം അറ്റ് വിച്ച് ജഡ്ജ്മെന്റ് ഈസ് മെയ്ഡ്. ഏത് സമയത്താണോ നമ്മൾ ജഡ്ജ്മെന്റ് എടുക്കുന്നത് ആ ഡേറ്റിന് അവൈലബിൾ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഇനി പിന്നീട് സബ്സിക്വന്റ് ഏതെങ്കിലും ഈവൻസോ കണ്ടീഷൻസോ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒറിജിനൽ ജഡ്ജ്മെന്റ് ആയിട്ട് ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മെയ് 26 ബാങ്ക് ലോൺ കിട്ടിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഒറിജിനൽ ജഡ്ജ്മെന്റ് ആയിട്ട് അതെന്തായിപ്പോയി? ഇൻകൺസിസ്റ്റന്റ് ആയിപ്പോയി എന്നും പറഞ്ഞ് ഒരിക്കലും ഒറിജിനൽ ജഡ്ജ്മെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദേ വെർ റീസണബിൾ അറ്റ് ദ ടൈം ദേ വെർ മെയ്ഡ്. ഒറിജിനൽ ജഡ്ജ്മെന്റ് എടുത്ത സമയത്ത് റീസണബിൾ ആയിരുന്നു. പിന്നീട് എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചെന്നും പറഞ്ഞ് നമ്മുടെ മൊത്തത്തിൽ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയി എന്നൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ഇന്നത്തെ ഇൻഫോർമേഷൻ വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫ്യൂച്ചർ അസസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മൾ കവർ ചെയ്ത്. സോ ജസ്റ്റ് ടേക്ക് a 2 to 3 minutes and read the entire question and answer. So after reading we will continue. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മുടെ എന്താണ്, ഒരു ബിസിനസ് ആണ്. ഇത് നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി. സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബിസിനസിന്റെ മാനേജ്മെന്റ് നമ്മളാണ്. വി ആർ ദ മാനേജ്മെന്റ് ഓഫ് എ ബിസിനസ്. നമ്മൾ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നു. വി ആർ ദ മാനേജ്മെന്റ്. സോ നമ്മൾ മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ഇവാലുവേറ്റ് ചെയ്യണം, നമ്മുടെ കമ്പനിയുടെ ഗോയിങ് കൺസേൺ, നമ്മുടെ കമ്പനി ഗോയിങ് കൺസേൺ അസംഷൻ വാലിഡ് ആണോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ബിസിനസ് അടുത്ത ഇനി 12 monthsലേക്ക് കണ്ടിന്യൂ ചെയ്യുവോ, അതോ അതിന്റെ ഏതെങ്കിലും ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്ത് പോവോ, അത് ഇനി ലിക്വിഡേറ്റ് ആയി പോവോ എന്നതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അൾട്ടിമേറ്റ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അങ്ങനെ ഗോയിങ് കൺസേൺ വാലിഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏത് ബേസിസിൽ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. സപ്പോസ് നമ്മുടെ ബിസിനസിന്റെ അവസ്ഥ കണ്ടിന്യൂസ് ലോസ് ആണെന്ന് വെച്ചോ, കണ്ടിന്യൂസ് ലോസ് ആണ്, മാർക്കറ്റിൽ ഇതേപോലെ നമ്മുടെ ഷെയർ ഇല്ല, റെപ്യൂട്ടേഷൻ ഫുള്ള് പോയി, അങ്ങനത്തെ കേസിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരിക്കലും അക്രൂവൽ ബേസിസിലല്ല, എപ്പോഴും എന്ത് ബേസിസിലായിരിക്കണം, ലിക്വിഡേഷൻ ബേസിസിലായിരിക്കണം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. ഇനി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, ഗോയിങ് കൺസേൺ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഗോയിങ് കൺസേണിന്റെ നെഗറ്റീവ് എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ എവിഡൻസ് കളക്ട് ചെയ്യും. ഈ എവിഡൻസിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെ? നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ബേസിസിൽ അതിന്റെ പിന്നിൽ എന്ത് കാണും, കുറച്ച് എവിഡൻസ് കാണും. എവിഡൻസ് ഇല്ലാതെ വെറുതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഒരിക്കലും തിങ്ക് ചെയ്ത് ഇനി അടുത്ത 12 മാസം കണ്ടിന്യൂ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് എവിഡൻസ് വേണം. ആ എവിഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗോയിങ് കൺസേൺ ഓക്കെ ആണോ അതോ അല്ലയോ എന്നുള്ളത്. ഇനി നമുക്ക് ആ ഓരോന്ന് ഏതൊക്കെ എവിഡൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ എവിഡൻസിന്റെ ബേസിസിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഗോയിങ് കൺസേൺ വാലിഡ് ആണോ അതോ അല്ലയോ എന്നുള്ളത്. സോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ്. ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് നമ്മളെ മാനേജ്മെന്റ് എന്താണ്, ഒരു ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ആ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ്, നമുക്ക് ഫ്യൂച്ചറിൽ ഏതെല്ലാം ക്യാഷ് ഇൻഫ്ലോസ് വരാം, അതേപോലെ ഫ്യൂച്ചറിൽ നമുക്ക് ഏതെല്ലാം ക്യാഷ് ഔട്ട്ഫ്ലോസ് വരാം. ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ബേസിക് ഐഡിയ വരും, അല്ലേ? ഇൻഫ്ലോസ് ആണോ കൂടുതൽ അതോ ഔട്ട്ഫ്ലോസ് ആണോ കൂടുതൽ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ പറയുവാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലേ, നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് മന്ത്ലി സെയിൽ എന്ന് പറയുന്നത് സപ്പോസ് 40 lakh rupees ആണെന്ന് വെച്ചോ. 40 lakh rupees നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, ഓരോ മാസം നമുക്ക് കിട്ടും. അതേപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എക്സ്പെക്റ്റഡ് മന്ത്ലി എക്സ്പെൻസസ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു 20 lakh ആണെന്ന് വെച്ചോ. ഇത്രയും നമുക്ക് എക്സ്പെൻസ് വരും. അതേപോലെ നമ്മൾ ലോണ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടതായിട്ട് വരും, അല്ലേ? മന്ത്ലി ലോൺ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അത് സപ്പോസ് ഒരു 5 lakh ആണെന്ന് വെച്ചോ. ഇങ്ങനെയാണ്. ഇത് നമുക്ക് ക്യാഷ് ഇൻഫ്ലോയും അതേപോലെ ഇത് രണ്ടും എന്താണ്, ക്യാഷ് ഔട്ട്ഫ്ലോയും. സോ ക്യാഷ് ഇൻഫ്ലോ 40 lakh ക്യാഷ് ഔട്ട്ഫ്ലോ മൊത്തത്തിൽ 25 lakh. സോ നമുക്കറിയാം ക്യാഷ് ഇൻഫ്ലോസ് ആണ് എന്താണ് കൂടുതൽ എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഇതെല്ലാം എക്സ്പെക്ടേഷൻ ആണ്, നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് എപ്പോഴും പ്രൊജക്ഷൻസ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോയെക്കാട്ടി കൂടുതലായതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റും നമ്മുടെ ഗോയിങ് കൺസേൺ എന്തില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കമ്പനിയുടെ ഗോയിങ് കൺസേൺ എന്താണ്, പോസിറ്റീവ് ആണ്. സോ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ലിക്വിഡേഷൻ ബേസിസിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും സപ്പോസ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ
സിറ്റുവേഷനിൽ നമ്മൾ ഇത് 2025 നമ്മളിങ്ങനെ എക്സ്പെക്ടേഷൻ ചെയ്യുക. സപ്പോസ് ഈ 2025 തന്നെ ഏതെങ്കിലും ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നെന്ന് വെച്ചോ, കോവിഡ് പോലത്തെ ഏതെങ്കിലും ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ വെറുതെ ഒരു നമ്പേഴ്സ് വെക്കത്തില്ല. ആ സമയത്ത് നമുക്കറിയാം പാൻഡമിക്കിന്റെ സമയത്ത് ഒട്ടുമിക്ക എല്ലാ എക്കണോമിക് എന്തായിരിക്കും, ഒരു റിസഷൻ സ്റ്റേജിലായിരിക്കും പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും എക്കോണമിയിൽ റിസഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഫാക്ടറും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ എക്സ്പെക്റ്റഡ് ഫിഗേഴ്സ് എന്ത് ചെയ്യാനായിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് എവിഡൻസ് മാനേജ്മെന്റ് നോക്കുന്നത്, ഗോയിങ് കൺസേണിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ മാനേജ്മെന്റ് നോക്കുന്ന ആദ്യത്തെ എവിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഫ് കോഴ്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ. ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ. ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ. ഇനി സപ്പോസ് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് വളരെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകാന്ന് വെച്ചോ. എക്സാമ്പിൾ പാൻഡമിക് സിറ്റുവേഷൻ തന്നെ നമുക്ക് എടുക്കാം. COVID-19 സപ്പോസ് വേറെ ഏതെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നെന്ന് വെച്ചോ ഈ 2025. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം എക്കോണമിയിൽ മൊത്തത്തിൽ ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ എന്തായിരിക്കും? വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. നമുക്കറിയാം നമ്മൾ COVID-19 ഫേസ് ചെയ്ത ആ ടൈമിൽ ഒട്ടുമിക്ക എല്ലാ ഇൻഡസ്ട്രിയും എന്താണ്, വളരെ ഡൗൺഫോൾ ആയിരുന്നു അല്ലേ, മിക്ക ഇൻഡസ്ട്രിയും. പിന്നെ കുറച്ചൊക്കെ ഇൻഡസ്ട്രി നല്ല രീതിയിൽ ഗ്രോ ചെയ്ത്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒക്കെ. പക്ഷെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ എന്താണ്, വളരെയധികം വേഴ്സ്റ്റ് ആയിരുന്നു. നല്ല നല്ല സ്ട്രാറ്റജീസ് ഇല്ലാത്ത പോയ ബിസിനസ് വളരെയധികം സഫർ ചെയ്യേണ്ടി വന്നു ഈ COVID-19 കാരണം. മിക്ക ബിസിനസ് എന്തായി, ക്ലോസ് ആയി പോയി. സോ ഇങ്ങനെ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എക്കോണമി സഫർ ചെയ്യുവാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഈ സമയത്ത് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നറിയോ? ഒരു ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാനിനകത്ത് നമുക്ക് എല്ലാ ആസ്പെക്റ്റും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മളൊരു ഹോട്ടൽ ഇൻഡസ്ട്രി ആണെന്ന് വെച്ചോ. നമ്മുടെ ഇൻഡസ്ട്രി ഏതാ? നമ്മുടെ ഒരു ഹോട്ടൽ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയെന്ന് വെച്ചോ. സോ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ എന്താണ്, ലോസ് വളരെയധികം കൂടുന്നു. അതേപോലെ മാർക്കറ്റ് ഷെയർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം എന്താണ്, ഇൻക്രീസ് ചെയ്ത് പോവാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുക നമ്മൾ. സോ ഈ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് വെച്ചുകൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല. അവിടെ ഒരു ബിസിനസ് പ്ലാൻ വേണം. ബിസിനസ് പ്ലാനിനകത്ത് നമ്മൾ പറയുന്നത് എന്തോന്നറിയോ? ഒരു ചാർട്ടിനകത്ത്, ഒരു വലിയ ഇതിനകത്ത് നമ്മളൊരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് എന്തോന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാഫ് കോസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ വളരെയധികം കുറയ്ക്കും. ഇനി വരുന്ന സമയങ്ങളിൽ സ്റ്റാഫ് കോസ്റ്റ് കുറയ്ക്കും. അതേപോലെ തന്നെ നമ്മൾ വിസിറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കൗണ്ടഡ് റൂം റേറ്റ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നു. അതുകൊണ്ട് വിസിറ്റേഴ്സ് എന്താവും, വളരെയധികം അട്രാക്റ്റഡ് ആവും. സോ വിസിറ്റേഴ്സിന് ഒരു ഡിസ്കൗണ്ടഡ് റൂം റേറ്റ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നു. പിന്നെ നമ്മൾ ട്രാവൽ ഏജൻസി ആയിട്ട് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നു. പിന്നെ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു കറക്റ്റ് ഫിഗർ കിട്ടും. ലൈക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊരു കറക്റ്റ് ഒരു റിയലിസ്റ്റിക് ഐഡിയ കിട്ടും. ആ റിയലിസ്റ്റിക് ഐഡിയ വെച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഗോയിങ് കൺസേൺ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത്. സോ ഇതാണ് സെക്കൻഡ് എവിഡൻസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് നോക്കും, മാനേജ്മെന്റ് ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഇനി അടുത്ത എവിഡൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് ന്യൂ ഫണ്ടിങ് അവൈലബിലിറ്റി. എവിഡൻസ് ഓഫ് ന്യൂ ഫണ്ടിങ് അവൈലബിലിറ്റി. നമ്മുടെ എൻറ്റിറ്റിക്ക് സപ്പോസ് നമുക്കറിയാം എല്ലാ ബിസിനസ് എൻറ്റിറ്റിക്ക് എന്താണ്, ഒരു ഇക്വിറ്റി ഉണ്ട് ഡെറ്റും ഉണ്ട് അല്ലെ. രണ്ടിന്റെ ഒരു മിക്സ്ചറാണ് ബിസിനസ് എൻറ്റിറ്റിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഫിനാൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി എപ്പോഴും നോക്കണം നമ്മുടെ ഡെറ്റ് അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഈ പറഞ്ഞ പോലെ പ്രൊപ്പോസിഷൻ എത്ര ആണെന്ന് ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാങ്ക് ലോൺ
നമ്മളൊരു ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പയറി ആകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 2026 ആണെന്ന് വെച്ചോ. ഈ ഡേറ്റിന് നമ്മുടെ ബാങ്ക് ലോൺ എക്സ്പയർ ആവുക. ആ ടൈമിൽ നമ്മൾ ബാങ്കുമായിട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വെദർ വി ക്യാൻ ഒബ്റ്റെയിൻ എ ന്യൂ ക്രെഡിറ്റ് ലൈൻ. സോ നമ്മൾ ജൂലൈ 26 നമ്മുടെ ബാങ്ക് ലോൺ മെച്യൂർ ആവുക. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാങ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബാങ്കിൻ്റെ അടുത്ത് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം ഇതിനെക്കുറിച്ച്. ഇപ്പോൾ ബാങ്ക് സപ്പോസ് നമുക്ക് ഒരു ലെറ്റർ തരുവാണ്. സപ്പോസ് ബാങ്ക് ഒരു ലെറ്റർ നമുക്ക് നമ്മുടെ കമ്പനിക്ക് തരുവാണ്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഒരു ക്രെഡിറ്റ് ലൈൻ 10 കോടിയുടെ ന്യൂ ലോൺസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ലോൺ ഉണ്ടല്ലോ, ആ എക്സിസ്റ്റിംഗ് ലോണിന്റെ ചിലപ്പം പീരീഡ് ഇച്ചും കൂടെ നീട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ജൂലൈ 26 പകരം ജൂലൈ 2027 വരെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് ഏതെങ്കിലും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലെറ്റർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ് നമുക്കൊരു ഒരു ആശ്വാസമാണ്. കാരണം ഇപ്പൊ നമ്മൾ ഇച്ചിരി ഡൗൺഫോൾ ആണെങ്കിൽ തന്നെ ഈ ഒരു ഫേവറബിൾ പൊസിഷനിൽ നിർത്തിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ ഗോയിങ് കൺസേൺ ഒരിക്കലും നമ്മുടെ അത്ര അഫക്റ്റഡ് ആവുന്നില്ല. സോ ഇങ്ങനെ എന്തെങ്കിലും ഫണ്ടിങ് അവൈലബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം. ഇതിന്റെ എവിഡൻസ് എന്ന് പറയുന്നത് ആ ബാങ്കിന്റെ ലെറ്റർ ആണ്. വെറുതെ ഈ പറഞ്ഞ പോലെ നമ്മൾ അസ്യൂം ഒരിക്കലും ചെയ്യല്ല വേണ്ടുന്നത്. ബാങ്കിൽ നിന്ന് ലെറ്റർ കിട്ടിയോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗോയിങ് കൺസേൺ ഓക്കെ ആണെന്നുള്ളത്. സോ ഇതാണ് തേർഡ് എവിഡൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ നമ്മൾ നോക്കണം. മാനേജ്മെന്റിന്റെ ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ എന്താണ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, നോക്കണം. അതിന്റെ റിയലിസ്റ്റിക് ആണോ, എന്തുമാത്രം അത് റിയൽ സിറ്റുവേഷനുമായിട്ട് അലൈൻ ചെയ്യും എന്നത് ചെക്ക് ചെയ്യണം. അതേപോലെ പുതിയ ഏതെങ്കിലും ഫണ്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ, പുതിയ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലോൺ തന്നെ റീസ്ട്രക്ചർ ചെയ്ത് റീഫിനാൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, ഇതെല്ലാം എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ചെക്ക് ചെയ്യണം. ഇനി കുറെ എവിഡൻസ് ഉണ്ട് ഇത് കൂടാതെ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യം അസസ്മെന്റ് ഓഫ് ഡെറ്റ് കവനൻസ്. ഈ കവനൻസിന്റെ മീനിങ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് ആണ്. നമുക്കറിയാം ബാങ്ക് ഒരു ലോണ്, നമുക്കൊരു ബിസിനസ് ലോണ് തരുവാന്ന് വെച്ചോ. ബാങ്ക് ഒരു ബിസിനസ് ലോണ്, ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലോണോ എന്തെങ്കിലും തരുവാന്നുണ്ടെങ്കിൽ ആ ലോണിന്റെ പുറത്ത് കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്യും? ബാങ്ക് അറ്റാച്ച് ചെയ്യും. ബാങ്ക് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് ലോണ് തരാം, പക്ഷെ നിങ്ങൾ കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. സപ്പോസ് ബാങ്ക് പറയുക നിങ്ങളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ പാടില്ല എന്നൊരു കവനൻസ് വെച്ചെന്ന് വെച്ചോ. അല്ലെങ്കിൽ നിങ്ങളുടെ മിനിമം ഇത്ര രൂപ പ്രോഫിറ്റ് വേണം, മിനിമം എത്ര പ്രോഫിറ്റ് എങ്കിലും കമ്പനിക്ക് വേണം. ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലോണിന്റെ പുറത്ത് കണ്ടീഷൻസ് ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ അമൗണ്ട് ഓൺ ഡിമാൻഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഹയർ ഇൻട്രസ്റ്റ് റേറ്റോ എന്തെങ്കിലും ആകും. സോ ബാങ്ക് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് കവനൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് വെക്കും. ആ കണ്ടീഷൻസ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സപ്പോസ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ലോൺ എടുത്ത് ഒരു ബാങ്ക് ABC ബാങ്കിൽ നിന്ന് നമ്മുടെ കമ്പനി ലോൺ എടുത്ത സമയത്ത് ബാങ്ക് ഒരു കണ്ടീഷൻ വെച്ച് കവനന്റ് വെച്ച് പറയുക നിങ്ങളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചോളെന്ന് വെച്ചോ. സോ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാനേജ്മെന്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ചെക്ക് ചെയ്യുക. സോ ചെക്ക് ചെയ്യുന്ന സമയത്ത് മാനേജ്മെന്റ് പറയുക ഞങ്ങളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് സപ്പോസ് 3:1 ആയി പോയി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെന്ന് വെച്ചു. സോ ഈ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെഡ് ഫ്ലാഗ് ആണ് അല്ലേ?
അവിടെ ഒരു ഇൻഡിക്കേറ്റർ ആണ്, ചിലപ്പം ഗോയിങ് കൺസേൺ അതിനെ അഫക്റ്റ് ചെയ്യാം എന്നൊരു ഇൻഡിക്കേറ്ററാണ്. ഇനി പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സപ്പോസ് നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 3:1 അല്ലാതെ 1.9:1 ആണെന്ന് വെച്ചോ, എന്നാലും എന്താണ് വിത്തിൻ ദ റേഞ്ചിലല്ലേ നിൽക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഒരു കണ്ടീഷൻസും ബ്രീച്ച് ആയി പോയിട്ടില്ല, എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്. സോ അവിടെ ഗോയിങ് കൺസേണിന് എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, എല്ലാം പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണുള്ളത്. സോ ഇങ്ങനെ എന്തെങ്കിലും ഡെറ്റ് കവനൻസ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് അത് ചെക്ക് ചെയ്യണം, വിത്തിൻ ദ കണ്ടീഷനിലാണോ നമ്മൾ നിൽക്കുന്നത്, എന്തെങ്കിലും ബ്രീച്ച് ആയി വയലേറ്റ് ആയി പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇതാണ് നാലാമത്തെ അടുത്ത എവിഡൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ? ഫസ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ പ്രിപ്പയർ ചെയ്യണം. അടുത്തെന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ ന്യൂ ഫണ്ടിങ് അവൈലബിലിറ്റി, പുതിയ ഏതെങ്കിലും ലോൺസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ, വളരെ എക്കോണമി വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ഒരു ബിസിനസ് പ്ലാൻ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. മാനേജ്മെന്റ് ഏതെങ്കിലും കമ്പനിക്ക് ഡെറ്റ് കവനൻസ് ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് അസസ് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ഇനി അടുത്ത നമുക്ക് എവിഡൻസിലേക്ക് പോവാം. എവിഡൻസിലേക്ക് പോവാം. ഓക്കെ, ഇത് സപ്പോസ് ഇതൊരു ഹോൾഡിംഗ് കമ്പനിയാണ്, ഒരു പേരിടാം നമുക്ക്. സപ്പോസ് വിസാൻ ലിമിറ്റഡ്, അത് അല്ലേ വേണ്ട, വൺ മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. സപ്പോസ് ഒരു കമ്പനിയുടെ പേര് വിസാൻ എഡ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ്, ഒരു എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. വിസാൻ എഡ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി, ആ കമ്പനി ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചോ, ഒരു ഹോൾഡിംഗ് കമ്പനി ഓർ അതിന്റെ വേറൊരു പേര് പേരന്റ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി ഓർ പേരന്റ് കമ്പനി. ഇതിന്റെ ഒരു സബ്സിഡറി കമ്പനി ഉണ്ട്. സബ്സിഡറി കമ്പനിയുടെ പേര് ഫോർ എക്സാമ്പിൾ ABC ലിമിറ്റഡ്, ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നത് ഒരു സബ്സിഡറി കമ്പനി എന്ന് വെച്ചോ, സബ്സിഡറി കമ്പനി. നമ്മൾ ABCയുടെ വ്യൂ പോയിന്റിലാണ് നോക്കുന്നത്. ABCയുടെ വ്യൂ പോയിന്റിൽ ABC കമ്പനിയുടെ ഗോയിങ് കൺസേൺ ആണ് ചെക്ക് ചെയ്യുന്നത്. സോ ABC പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഗോയിങ് കൺസേൺ ചെക്ക് ചെയ്യുക. സോ ചെക്ക് ചെയ്യുന്ന സമയത്ത് മാനേജ്മെന്റ് റിയലൈസ് ചെയ്ത കാര്യം എന്തൊക്കെയാണെന്ന് അറിയാവോ? മാനേജ്മെന്റ് പറയുക ABC ലിമിറ്റഡിന്റെ P&Lനകത്ത് കുറേ വർഷങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ലോസ് കൂടിക്കൊണ്ടേ ഇരിക്കുക, ലോസിന് കുറവൊന്നുമില്ല, കണ്ടിന്യൂസ് ലോസ് ഇൻകർ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ABCയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് അവിടെയൊക്കെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസ് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ ABCയുടെ മാർക്കറ്റ് ഷെയർ വളരെ കുറവാണ്. അതേപോലെ ABCക്ക് സഫിഷ്യന്റ് ക്യാഷ് ഇല്ല ടു റീപേ ദ ഡെറ്റ്. ഇങ്ങനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ഏത് കമ്പനിയുടെ? ABC പ്രൈവറ്റ് ലിമിറ്റഡിന്റെ. എന്നാൽ ആരാ ചെക്ക് ചെയ്ത് പറഞ്ഞത്? മാനേജ്മെന്റ് ചെക്ക് ചെയ്ത് അവരുടെ ഗോയിങ് കൺസേണിനെ കുറിച്ച് ഒരു കൺക്ലൂഷൻ ഇതാ പറയുന്നത്. സോ ഇങ്ങനെ ആവുന്ന സമയത്ത് മാനേജ്മെന്റിന് ഒരു എവിഡൻസ് ഹെൽപ്പ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ABC സബ്സിഡറി കമ്പനി അല്ലേ, സബ്സിഡറി കമ്പനി സപ്പോസ് എന്താണ്, ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത് ലൈക്ക് പേരന്റ് ആൻഡ് ചൈൽഡ് അല്ലേ, ഇത് പേരന്റും ഇത് കുട്ടിയും. നമുക്കറിയാം നമ്മൾ ഇപ്പൊ സപ്പോസ് വി ആർ ചിൽഡ്രൻ, നമ്മൾ കുട്ടികളാണ്. സോ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് നമ്മുടെ പേരൻസ് ആയിരിക്കുമല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സബ്സിഡറി കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരെത്തും? എല്ലാത്തിലും അല്ല ഒരു ഇത് പറയുക, അവിടെ ആരെത്തണം? മേ ബി പേരന്റ് കമ്പനി ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു കേസിൽ സപ്പോസ് പേരന്റ് കമ്പനി സബ്സിഡറി കമ്പനിയോട് പറയുക, സബ്സിഡറി കമ്പനിയുടെ മാനേജ്മെന്റിനോട് പേരന്റ് കമ്പനിയുടെ മാനേജ്മെന്റ് പറയുക, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, ഇവർക്ക് എന്തെങ്കിലും നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങള് പേരന്റ് കമ്പനി ആയിട്ടുള്ള ഞങ്ങൾ എന്ത് കൊടുക്കാം? ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാം എന്ന് ആര് പറയുക? ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പേരന്റ് കമ്പനി പറയുക.
വെറുതെ ഇങ്ങനെ പറയുക മാത്രമല്ല, ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്, അതാണ് സപ്പോർട്ട് ലെറ്റർ. എന്താണ് സപ്പോർട്ട് ലെറ്റർ? പേരന്റ് കമ്പനി അവരുടെ സബ്സിഡറി കമ്പനിക്ക് ഒരു സപ്പോർട്ട് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ട് പറയുക, നാളെ എന്തെങ്കിലും പേയ്മെന്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണോ എന്ന ഒരവസ്ഥയിലാണെങ്കിൽ വേറെ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ ആ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഞങ്ങളുടെ സബ്സിഡറിക്ക് കൊടുത്തിരിക്കും എന്ന ഒരു സപ്പോർട്ട് ലെറ്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ മാനേജ്മെന്റിന് ഓക്കെ പറയാൻ പറ്റും, ഞങ്ങൾക്ക് സപ്പോർട്ട് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ ഗോയിങ് കൺസേൺ എന്താണ്, കുഴപ്പമൊന്നുമില്ല, വാലിഡാണ്. കാരണം എന്തെങ്കിലും നാളെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആര് ഹെൽപ്പിന് വരും? ഹോൾഡിംഗ് കമ്പനി ഹെൽപ്പിന് വരും. സോ ഇങ്ങനെ സപ്പോർട്ട് ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഗോയിങ് കൺസേൺ എന്താണ്, ഈ കമ്പനിയുടെ സബ്സിഡറിയുടെ എന്താണ്, വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ സപ്പോർട്ട് ലെറ്ററിനകത്ത് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും: വി വിൽ പ്രൊവൈഡ്, ആരേത് പറയുന്നത്? ഹോൾഡിംഗ് കമ്പനി പറയുക. വി വിൽ പ്രൊവൈഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് അപ് ടു എത്ര എമൗണ്ട്, അപ് ടു 10 crore 100 crore എന്ന് അവർ പറയും. ഇത്ര എമൗണ്ട് ഫോർ ദ നെക്സ്റ്റ് 12 months, അടുത്ത 12 മാസം വരെ എന്തെങ്കിലും ഒരു എമൗണ്ടിന് ഇവർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഞങ്ങൾ എന്തോ ചെയ്തോളാം, തന്നോളാം എന്നൊരു പറയുന്നൊരു കാര്യമാണ് സപ്പോർട്ട് ലെറ്ററിനകത്ത് ഉള്ളത്. ഈ ഒരു കാര്യം സപ്പോർട്ട് ലെറ്ററിനകത്ത് കാണും. സോ ഇവിടെ നെക്സ്റ്റ് 12 month തന്നെ പറയുന്നതിന്റെ പിന്നിൽ എന്താണെന്നറിയോ? ഈ കമ്പനിയുടെ ഗോയിങ് കൺസേണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ 12 months എന്ന് പറയുന്നത്. അല്ലാതെ ഫോറെവർ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നല്ല പറയുന്നത്. അടുത്ത 12 മാസം വരെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സപ്പോർട്ട് തന്നോളാം എന്ന് പറയുന്നത്. നമുക്കറിയാം ഗോയിങ് കൺസേൺ എത്ര നാളത്തെ നമ്മൾ ചെക്ക് ചെയ്യത്തോളൂ, 12 months വരെ നമ്മൾ അസസ് ചെയ്യത്തോളൂ. അത്രയും പീരീഡ് മാത്രം ഇവിടെ എന്ത് ചെയ്യത്തോളൂ, കവർ ചെയ്യത്തോളൂ. സോ ഇങ്ങനെ സപ്പോർട്ട് ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതും എന്താണ്, ഒരു എവിഡൻസ് ആണ്. ഗോയിങ് കൺസേണിന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു എവിഡൻസ് ആണ്. സോ നമ്മൾ കുറേ എവിഡൻസിനെ പറ്റി നോക്കി, ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് നോക്കി, ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്ത് നോക്കി, സപ്പോർട്ട് ലെറ്റർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത്, അതേപോലെ തന്നെ എന്താണ് ലോൺ കവനൻസ് കണ്ടീഷൻസ് ഓക്കെ ആണോ അല്ലയോ എന്ന് അസസ് ചെയ്ത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്പോർട്ട് ലെറ്റർ നമ്മൾ പറഞ്ഞില്ലേ, ഈ സപ്പോർട്ട് ലെറ്റർ പേരന്റ് കമ്പനി അവരുടെ സബ്സിഡറിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെ സപ്പോർട്ട് ലെറ്റർ ആര് കൊടുക്കാം? ഒരു ഗവൺമെന്റ് കമ്പനി അവരുടെ എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് കമ്പനി, ഗവൺമെന്റ് വെച്ചാൽ ബാക്കി എന്താണ് ഗവൺമെന്റ് സ്റ്റേക്ക് ഉള്ളത് ബാക്കി കമ്പനിയുടെ പുറത്തുണ്ടെങ്കിൽ അവർക്കും ചിലപ്പോൾ എന്ത് കൊടുക്കാം? ഗവൺമെന്റ് സപ്പോർട്ട് ലെറ്റർ കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു വളരെ സീവിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഗവൺമെന്റ് ഒരു സപ്പോർട്ട് ലെറ്റർ ഇഷ്യൂ ചെയ്യുക. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അല്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ആര് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഹെൽപ്പ്? ഗവൺമെന്റ് ഒരു സപ്പോർട്ട് ലെറ്റർ കൊടുക്കുക. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ആയിട്ടുള്ള ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തോളാം? ആ ഹെൽപ്പ് തന്നോളാം. ഇങ്ങനെ ഒരു സപ്പോർട്ട് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഗോയിങ് കൺസേൺ എന്താണ്? അവിടെ വാലിഡ് ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യും. ഈ കമ്പനിയുടെ ഗോയിങ് കൺസേണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ആണ് എന്ത്? നമ്മുടെ സപ്പോർട്ട് ലെറ്റർ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇത്രയും നേരം കൊണ്ട് സപ്പോർട്ട് ലെറ്റർ എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു സപ്പോർട്ട് ലെറ്ററിന്റെ ഒരു എക്സ്ട്രാക്ട് നോക്കിയാലോ? എങ്ങനെ ഇരിക്കും ഒരു സപ്പോർട്ട് ലെറ്റർ എന്നുള്ളത് നോക്കിയേ. Okay, illustrative format of support letter is given below. On the letterhead of parent കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ വേണം, കാരണം പേരന്റ് കമ്പനി അല്ലേ കൊടുക്കുന്ന സബ്സിഡറിക്ക്. സോ പേരന്റ് കമ്പനിയുടെ ലെറ്റർ ഹെഡ്, സപ്പോസ് എവിടുത്തെ എക്സാമ്പിളിനകത്ത് എവിടുത്തെ കേസിൽ XYZ ലിമിറ്റഡ് ആണെന്ത് പേരന്റ് കമ്പനി എന്ന് പറയുന്നത് അല്ലേ. ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ,
സോ നമ്മുടെ പേരന്റ് കമ്പനി എന്ന് പറയുന്നത് XYZ ലിമിറ്റഡ് പേരന്റ് കമ്പനിയാണ്. സോ പേരന്റ് കമ്പനിയാണ് സപ്പോർട്ട് ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്. സോ സപ്പോർട്ട് ലെറ്റർ ഇവരുടെ ഫോർമാറ്റ് ഇവിടെ ലെറ്റർ ഹെഡിലായിരിക്കണം. സോ അടുത്ത സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത് ABC ലിമിറ്റഡ് ആണ്. ABC ലിമിറ്റഡ് സബ്സിഡറി കമ്പനി. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി XYZ ലിമിറ്റഡ് parent company confirm that we provide financial support. We provide financial support to Merces ABC Limited. ഞങ്ങൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തോളാം. ABC ലിമിറ്റഡിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തോളാം. In order to meet the shortfall in its fund requirements over bank and other borrowings to meet out the projects which are in progress and other liability including loans from other group companies if any for a period of not less than 12 months from the date of financial closure of accounts of the company for the year ended 31st March 2012 എന്തെങ്കിലും. This letter is being issued at the request of ABC Limited to support the consideration of going concern for the financial year ended 31st March. ഇവിടെ പറയുന്നത് പേരന്റ് കമ്പനി XYZ ലിമിറ്റഡ് ABC ലിമിറ്റഡിന്റെ റിക്വസ്റ്റോട് കൂടിയാണ് ഈ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനകത്ത് ഞങ്ങൾ ABC ലിമിറ്റഡിന് എന്തെങ്കിലും നാളെ ഫണ്ട് റിക്വയർമെന്റിനകത്ത് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ആ കുറവ് ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഫുൾഫിൽ ചെയ്തോളാം. എത്ര നാളത്തേക്ക്? പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 12 months വരെ എന്തെങ്കിലും ഫണ്ട് റിക്വയർമെന്റ്, ലോൺ റീപേ ചെയ്യാൻ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റ് ഫണ്ട് ഇല്ലാത്ത കാരണം സ്റ്റക്കായി പോയാലോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതിന്റെ കേസിൽ ABC ലിമിറ്റഡിന് ഫിനാൻഷ്യലി സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് ഞങ്ങൾ പേരന്റ് കമ്പനി ആയിട്ടുള്ള ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തോളാം, കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതുന്നത്. ഇതേപോലെ ഈ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് ആര് റിക്വസ്റ്റ് ചെയ്തിട്ടാ? ABC ലിമിറ്റഡ്. അവരുടെ ഗോയിങ് കൺസേൺ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്താണ് ഈ ഒരു ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട്. ഒരു പേരന്റ് കമ്പനി കൊടുക്കാം സപ്പോർട്ട് ലെറ്റർ, അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന് സപ്പോർട്ട് ലെറ്റർ ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ ഇനി അടുത്തത് നോക്കാം. ഇനി ഇത്രയും എവിഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നല്ല, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സപ്പോർട്ട് അല്ലെങ്കിൽ കംഫർട്ട് ലെറ്റർ alone is not sufficient evidence. ഈ ഒരു കാര്യം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റ് ആണ്. A support letter or a comfort letter alone is not a sufficient evidence. ഇപ്പം നമ്മൾ മേളത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ മേളത്തെ എക്സാമ്പിളിനകത്ത് വിസാൻ എഡ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനി ABCയുടെ അടുത്ത് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് റിക്വയർമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സപ്പോർട്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഞങ്ങൾ തരാം എന്നൊരു സപ്പോർട്ട് ലെറ്റർ കൊടുക്കാമെന്ന് വെച്ചോ. മാനേജ്മെന്റ് ഈ സപ്പോർട്ട് ലെറ്റർ നോക്കും. ഓഡിറ്റർ ആയിട്ടുള്ള നമ്മളും ഈ സപ്പോർട്ട് ലെറ്റർ എന്ത് ചെയ്യും? എവിഡൻസ് അല്ല, അത് അസസ് ചെയ്യും. അസസ് ചെയ്യുന്ന സമയത്ത് വെറും ഈ സപ്പോർട്ട് ലെറ്റർ കിട്ടിയത് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ആവുന്നില്ല, ലൈക്ക് ഇവരുടെ ഗോയിങ് കൺസേൺ കുഴപ്പമില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് സപ്പോർട്ട് ലെറ്റർ വിസാൻ എഡ്യൂ കൊടുക്കുക. വിസാന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ അവർ തന്നെ എന്താണ്, ഒരു ലോസ് മേക്കിംഗ് എൻറ്റിറ്റി ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വയം എന്താണ് കുഴി കിടക്കുന്ന ആള് മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? മനസ്സിലായി? മറ്റ് ഒരാൾക്ക് ഒരു ഹെൽപ്പ് എങ്ങനെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്യും? സ്വയം എടുത്ത് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥ. ഇവർ തന്നെ ലോസ് മേക്കിംഗ് എൻറ്റിറ്റിയാണ്. ഒരു ലോസ് മേക്കിംഗ് എൻറ്റിറ്റി എങ്ങനെ മറ്റൊരു എൻറ്റിറ്റിക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാൻ പറ്റും? സോ ഇങ്ങനെ സപ്പോർട്ട് ലെറ്റർ കിട്ടിയത് കൊണ്ട് മാത്രം പറയാൻ പറ്റത്തില്ല ഇവരുടെ സബ്സിഡറിയുടെ ഗോയിങ് കൺസേൺ ഓക്കെ ആണ് അല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ആരാണോ സപ്പോർട്ട് ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും കൂടെ നമ്മൾ നോക്കണം. സപ്പോസ് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിന്റെയും ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം.
ഈ അവർ പ്രോമിസ് ചെയ്ത സപ്പോർട്ട്, ഇവർ പ്രോമിസ് ചെയ്ത സപ്പോർട്ട് ആക്ച്വലി റിയാലിറ്റിയിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. പേരന്റ് കമ്പനി തന്നെ ലോസ് മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവരൊരു സപ്പോർട്ട് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇങ്ങനെ ഇഷ്യൂ ചെയ്താൽ തന്നെയും ഇതൊരു റിലയബിൾ എവിഡൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു ലോസ് മേക്കിംഗ് പേരന്റ് കമ്പനി ഒരു സബ്സിഡറി കമ്പനിക്ക് സപ്പോർട്ട് ലെറ്റർ കൊടുത്തെങ്കിൽ ആ സപ്പോർട്ട് ലെറ്ററിന്റെ റിലയബിലിറ്റി എന്താണ്, വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം സ്വയം ആദ്യമേ ലോസ് റിക്കവർ ചെയ്താലേ മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനത്തെ കേസിൽ സപ്പോർട്ട് ലെറ്റർ കിട്ടിയത് കൊണ്ട് നമ്മുടെ ഗോയിങ് കൺസേൺ, സബ്സിഡറിയുടെ ഗോയിങ് കൺസേൺ ഓക്കെ ആണ്, കുഴപ്പമില്ലെന്ന് ഒരിക്കലും കൺക്ലൂഡ് ചെയ്യരുത്. ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് സപ്പോർട്ട് ലെറ്റർ, അവരുടെയും കൂടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യണം. മാനേജ്മെന്റും ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഓഡിറ്ററും ചെക്ക് ചെയ്യണം. സോ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ മാനേജ്മെന്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഗോയിങ് കൺസേൺ എന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ കമ്പനി ഗോയിങ് കൺസേൺ ഓക്കെ ആണോ, വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം എവിഡൻസ് എന്ത് ചെയ്യണം, മാനേജ്മെന്റ് കളക്ട് ചെയ്ത് അസസ് ചെയ്യുകയും വേണം. സോ ഇതിന്റെ നമുക്ക് നോട്ട്സിലേക്ക് നോക്കാം എന്തൊക്കെയാ എഴുതിയേക്കുന്നത് ഉള്ളത്. Okay, what evidence does management normally consider when assessing the entity's ability to continue as a going concern? ഏതെല്ലാം എവിഡൻസ് ആണ് മാനേജ്മെന്റ് നോർമലി ചെക്ക് ചെയ്യുന്നത് ഒരു എൻറ്റിറ്റിയുടെ ഗോയിങ് കൺസേൺ വാലിഡ് ആണോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഏതെല്ലാം എവിഡൻസ് ആണ് മാനേജ്മെന്റ് നോക്കുന്നത്? ഫസ്റ്റ് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് നോക്കും. അതേപോലെ തന്നെ കറന്റ് സിറ്റുവേഷൻ വളരെ മോശമാണ്, ഡീറ്റിയോറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ പുതിയ ഏതെങ്കിലും ന്യൂ ഫണ്ടിങ് റിക്വയർമെന്റ് എന്തെങ്കിലും കിട്ടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഡെറ്റ് കവനൻസിനെ അസസ് ചെയ്യണം. അതേപോലെ സപ്പോർട്ട് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ, അത് എത്രമാത്രം വാലിഡ് ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സപ്പോർട്ട് ലെറ്റർ അല്ലെങ്കിൽ കംഫർട്ട് ലെറ്റർ കിട്ടിയത് കൊണ്ട് മാത്രം സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് അതിന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. ഇത്രയൊക്കെയാണ് എവിഡൻസ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് റീഡ് വൺസ്. ഓക്കെ, ഇനി നമുക്കൊരു ടേം ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി. മെറ്റീരിയൽ അൺസർട്ടനിറ്റി. നിങ്ങൾ ഈ മെറ്റീരിയൽ അൺസർട്ടനിറ്റിക്കകത്ത് നിങ്ങൾ ഈ മെറ്റീരിയൽ എന്ന വേർഡ് ഫെമിലിയർ ആയിരിക്കും. മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേമൻ ലാംഗ്വേജ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ മീൻസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയാൻ പറ്റും. സപ്പോസ് നമുക്കിപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പം നമ്മൾ മിക്ക ആൾക്കാരും സപ്പോസ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. നമുക്ക് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയൽ എമൗണ്ട് ആണ് അല്ലേ. 1 lakh rupees ഇസ് എ മെറ്റീരിയൽ എമൗണ്ട് ഫോർ us. പക്ഷെ റിലയൻസ് എന്ന കമ്പനിയിൽ 1 ലക്ഷത്തിന്റെ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് എന്തല്ല, മെറ്റീരിയൽ എമൗണ്ട് അല്ല, വലിയൊരു എമൗണ്ട് അല്ല. 1 lakh ഈസ് ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് ആണ് റിലയൻസ് എന്ന കമ്പനിക്ക് വേണ്ടി. പക്ഷെ അതേ 1 lakh rupees നമുക്ക് എന്താണ്, മെറ്റീരിയൽ ആണ്. മനസ്സിലായോ? സോ എവിടെ മെറ്റീരിയൽ എന്ന ടേം എന്ന് പറയുന്നത് റിലേറ്റീവ് ടേമാണ്. ഒരാൾക്ക് ഒരു കാര്യം മെറ്റീരിയൽ ആകാം, പക്ഷെ അതേ കാര്യം മറ്റൊരാൾക്ക് മെറ്റീരിയൽ ആകണമെന്നില്ല. അതേപോലെ അമൗണ്ട് അല്ല ഡിസൈഡ് ചെയ്യുന്നത് മെറ്റീരിയാലിറ്റി. ഇപ്പൊ അവിടെ 1 lakh നമുക്ക് മെറ്റീരിയൽ ആണെങ്കിൽ 1 lakh മറ്റൊരാൾക്ക്, മറ്റൊരു കമ്പനിക്ക് എന്തെല്ലാം മെറ്റീരിയൽ അല്ല. സോ അമൗണ്ട് മാത്രം, അമൗണ്ട് വലുതാവുന്നതുകൊണ്ട് അത് മെറ്റീരിയൽ എമൗണ്ട് എന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല. സോ മെറ്റീരിയാലിറ്റി സംവാട്ട് ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ ഓഫ് യൂസേഴ്സ്. ഒരു യൂസറിന്റെ ഡിസിഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന, അതിനെ ഒന്ന് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യത്തിനെ എന്തെന്ന് പറയാൻ പറ്റും, നമുക്ക് മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് പറ്റും. സോ ഇവിടെ മെറ്റീരിയൽ അൺസർട്ടനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഓഫ് ഫെയിലിയർ. സിംപ്ലി പറഞ്ഞാൽ എന്താണ്, റിസ്ക് ഓഫ് ഫെയിലിയർ. നമ്മുടെ ബിസിനസ് ഫെയിൽ ആയി പോകും എന്നൊരു ചാൻസിനെയാണ്, എന്നൊരു റിസ്കിനെയാണ് എന്തെന്ന് പറയുന്നത്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അതൊരു സീരിയസ് റിസ്ക്കാണ്. നമ്മുടെ ബിസിനസ് അടുത്ത 12 മാസം, ഇപ്പം നമ്മുടെ ക്ലോസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യുന്നത് 31/1/26 വെച്ചോ, 25-26
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 25-26 ഫിനാൻഷ്യൽ ഇയറിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്, അന്ന് തൊട്ട് 12 മാസം വരെ നമ്മുടെ ബിസിനസ് ചിലപ്പം ഫെയിൽ ആയി പോകും എന്നൊരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നൊരു കാര്യം, എന്നൊരു റിസ്ക് വരിക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. എവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇറ്റ് ഡസന്റ് മീൻസ് ദ ബിസിനസ് വിൽ ഡെഫിനറ്റ്ലി ഫെയിൽ എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ദർ ഇസ് എ ഹൈ ചാൻസ് ഓഫ് ഫെയിൽ ആയി പോകാം എന്നുള്ള ചാൻസ് എന്താണ്, റിസ്ക് എന്താണ്, കൂടുതല. ഉറപ്പായിട്ടും ബിസിനസ് പൊട്ടിപ്പോകും എന്നല്ല മെറ്റീരിയൽ അൺസർട്ടനിറ്റി. അത് ബിസിനസ് പൊട്ടിപ്പോകാം, ലോസിലേക്ക് പോകാം, അല്ലെങ്കിൽ ക്ലോസ് ഡൗൺ ചെയ്ത് പോകാം എന്നൊരു റിസ്കിനാണ് എന്തെന്ന് പറയുന്നത്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ SA 570 ഗോയിങ് കൺസേൺ ചെക്ക് ചെയ്യുമ്പം നമ്മൾ ഓഡിറ്റർ എന്താണ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്താണ്, കമ്പനിയുടെ ഗോയിങ് കൺസേൺ ബേസിസ് വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. ആ ഗോയിങ് കൺസേൺ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോളോ ചെയ്ത കാര്യം എത്രമാത്രം കറക്റ്റ് ആണ്, അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ മാനേജ്മെന്റ് ലിക്വിഡേഷൻ ബേസിസിലായിരിക്കണമായിരുന്നു പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ ബേസിസ് ഇപ്പൊ എടുത്ത ഗോയിങ് കൺസേൺ ബേസിസ് ആ കമ്പനിക്ക് ആപ്റ്റ് അല്ല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. സോ അത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ആസ് ആൻ ഓഡിറ്റർ SA 570 നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് നമുക്ക് നോക്കാം. ജസ്റ്റ് വെയിറ്റ്. Okay, what are the responsibility of an auditor for assessing the entity's ability to continue as a going concern? നമ്മുടെ എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിന്റെ? ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് കോഴ്സ് നമ്മൾ എന്ത് കളക്ട് ചെയ്യണം, സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം, മാനേജ്മെന്റ് അവരുടെ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഗോയിങ് കൺസേണിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആണോ, അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ്, അത് അവർ ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡിസിഷനിലേക്ക് എത്തണം. അതേപോലെ തന്നെ നമ്മൾ ഈ ഓഡിറ്റ് എവിഡൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യണം, ഏതെങ്കിലും മെറ്റീരിയൽ അൺസർട്ടനിറ്റി ബിസിനസ്സിലുണ്ടോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും റിസ്ക് ഓഫ് ഫെയിലർ എന്ന ഒരു കാര്യം എന്തെങ്കിലും എൻറ്റിറ്റിയിൽ നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഈവെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷനോ ആ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ, ആ ഒരു കണ്ടീഷൻ കാരണം മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് തോന്നുവാണ് മേ ബി എൻറ്റിറ്റിയുടെ എബിലിറ്റി ഉണ്ടല്ലോ, ഗോയിങ് കൺസേൺ വെച്ച് പോകാം എന്നൊരു എൻറ്റിറ്റിയുടെ എബിലിറ്റിയെ ചിലപ്പോൾ നമ്മൾ ഡൗട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും സർക്കംസ്റ്റൻസസ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. മെറ്റീരിയൽ അൺസർട്ടനിറ്റി, റിസ്ക് ഓഫ് ഫെയിലർ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ഫൈനലി എന്താണ്, നമ്മൾ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. ഈ SA പ്രകാരം റിപ്പോർട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യണം. സോ ഇതാണ് 3 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓഡിറ്ററിന്റെ. ഫസ്റ്റ് നമ്മൾ മാനേജ്മെന്റിന്റെ ഗോയിങ് കൺസേൺ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് അവർ ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും ബിസിനസ്സിൽ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇനി നിങ്ങൾ ചോദിക്കും, ഒരു മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, കറക്റ്റ് മാനേജ്മെന്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതേപോലെ ഫൈനലി നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യണം, റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. സോ ഇതാണ് 3 ഒബ്ജക്റ്റീവ്സ്.